മറുപടികളെല്ലാം ഒരു ഭാഗത്തു നിന്നും അതല്ല ഒരുപാട് അനുഭവം എനിക്കുന്നുണ്ട്. ഒന്നും കൊണ്ട് 10 എന്നല്ല, 105 തന്നെ കുറെ കൊല്ലമായി ഇത് തുടങ്ങിയിട്ട് ഒരുപാട് അനുഭവം. വളരെ പിന്നെ ഈ പിഴവുകൾ വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കണക്കൂട്ടലിന്റെ ഒന്നാമതായിട്ട് കണക്ക് കൂട്ടൽ അത് എല്ലാവർക്കും മണ്ടേ കിടക്കില്ല. ഇവിടെ കാണില്ല വേണ്ട ഇങ്ങനെ. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓഹരി ചെയ്യുന്ന ഭാഗം കുറച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കേട്ടില്ലേ? പിന്നെ ഇതില് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ തിരിയാതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കാരണം എന്റെ പറയലിനകത്ത് തിരിയാണ്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കണം. ഈ ഓഹരി ചെയ്യുന്നത് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഏറ്റവും എല്ലാവരും കുഴക്കുന്ന ഒരു സംഗതി, ഈ സംഗതി നിസ്സാര പക്ഷങ്ങൾ വലിയതായിട്ടാണ് വരുന്നത്. ഞാൻ പല കൃതികളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല രചനകളും നോക്കും. ആ രചനകളിലെല്ലാം അത് എല്ലാം തെറ്റിയിട്ടാണ് വരുന്നത്. അതായത് വിഫ്ക്കും മണ്ടുകളും 2 അതതുകൾ മുത്തവാഫിക്കാനിയാവും, മുത്തദാഖിലാനിയാവും, മുത്തമാസിലാനിയാവും, പിന്നെ ഒന്നും കൂടിയില്ല മുത്തബായി. ഇങ്ങനെ തബായുൽ, തവാഫുക്ക്, തമാസുൽ, തദാഖുൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഈ തവാഫുക്ക് ആവെന്ന് പറഞ്ഞാൽ 2 അതതിൽ 2 സംഖ്യയിൽ വിഫ്ക്ക് ഉണ്ടാവുമല്ലോ. ഈ വിഫ്ക്ക് എന്നാണെന്ന് മനസ്സിലാക്കുന്നത് പല കൃതികളും നോക്കിയിട്ട് എല്ലാ കൃതികളും തെറ്റായിട്ടാണ് ഞാൻ ഒരിക്കല് പിന്നെ വിജ്ഞാനകോശം പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഈ വിഫ്ക്ക് എന്ന് വെച്ചാൽ പകുതി ഒറ്റ ഇരട്ടിയിരുന്നു. ഇങ്ങനെ ഞാൻ അതിൽ കണ്ടത് വാസ്തവത്തിൽ തെറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ എഴുതിയ ഒരു കൃതി നെല്ലിക്കുട്ടി ഇസ്മായിലിറങ്ങുന്ന അയാളൊരു കൃതിയിലാണ് കണ്ടത് ഇങ്ങനെ തെറ്റായിട്ട്. അപ്പൊ ഞാൻ ഇയാളെ വിളിച്ച് ചോദിച്ചു, നമ്പറുണ്ട് അങ്ങനെ തുടങ്ങി എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഏടല്ല വേറെ കുറെ തെറ്റ് വേറെ ഉണ്ടായിരുന്നു, എല്ലാം കൂടി കുറിച്ച് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഈ വിഫ്ക്ക് മനസ്സിലാവാൻ മനസ്സിലായിട്ടില്ല ഞാൻ കണ്ട കൃതികളിലും. അപ്പൊ അത് ഞാൻ എന്റെ പുസ്തകത്തിൽ അതിന് പ്രത്യേകമായിട്ട് ശരിക്കും അതിനെ എഴുതിയിട്ടുണ്ട്. അതിലും ചിലപ്പോൾ ചില ആൾക്ക് മനസ്സിലാണ്ട് അന്ന് വരും, അത് നല്ലോണം ശ്രദ്ധിക്കാതെ മനസ്സിലാവും. അതുകൊണ്ട് ആ വിഫ്ക്ക് പ്രത്യേകം ഞാൻ ഇവിടെ ഈ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ വിഫ്ക്ക് അതുപോലെ ഓഹരി ചെയ്യുന്ന വിഭാഗം. ഓഹരിക്കുക എന്നാൽ ഇതെല്ലാം ഇതില് ഞാനിപ്പോ പറയുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതില് ചിലതെങ്ങാനെ എന്തുണ്ടാവും സംശയങ്ങളുണ്ടാവും. ഈ ഒരു വാരിശിക്കുന്നത് 2 വിധത്തിലാണ്. അഹ്ലുൽ ഫുറൂദ് അസ്ബസാബ് ഇങ്ങനെ 2 വിധമാണ്. അപ്പൊ ഈ വാരിശികള് അസബക്കാരാണെങ്കിൽ അവരെ ആളെ എണ്ണം നോക്കിയാൽ മതി. ഇപ്പൊ ഒരാൾ മരിച്ചാൽ എത്ര ആളാണ് ഉള്ളത് നോക്കിയിട്ട് അത്ര ഓഹരി ചെയ്താൽ മതി. ഒരാൾ മരിച്ച് ഒരു 10 മക്കളുണ്ടെന്ന് 10 ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ സ്വത്ത് എത്ര വായിക്കണമെന്ന് വെച്ചാൽ 10 ഓഹരി വെക്കുക. അത് മനസ്സിലാക്കുക. ഇനി അതിൽ ആണും പെണ്ണുണ്ടെങ്കിൽ എന്താക്കണോ, ഒരാണിന് 2 പെണ്ണായിട്ട് എണ്ണണം. അപ്പോ 5 ആണും 5 പെണ്ണാണെങ്കിൽ 5 ആണിന് 10 ആയിട്ട് എണ്ണണം.
5 പെണ്ണിന് 5, അപ്പം 15 ചോദ്യം. 5 5 പെണ്ണാണ് ഒരു പിതാവ് വഹിച്ചപ്പോ പിന്നെ മക്കളായിട്ട് അവകാശികളായിട്ടുണ്ടെങ്കിൽ പിന്നെ 5-ന് 10, അപ്പൊ പെണ്ണിന് 5-ന് 5, അങ്ങനെ 15 ചോദിച്ചാൽ അതെന്തായി? അതെല്ലാവർക്കും മുൻകശുമായി. നേരെ മറിച്ച് ഒരു ആണ് ഒരു പെണ്ണാണെങ്കിൽ പിന്നെ 2 ആണിന് 1 3 ചോദിച്ചാൽ അതങ്ങനെ. ഇനി അപ്പൊ അസബക്കാരാണോ എന്താ ചെയ്യേണ്ടത്? പിന്നെ എത്ര ആളുകൾ നോക്കിയിട്ട് ആ ആളെ എണ്ണം കണ്ടിട്ട് പിന്നെ ഓഹരി വെക്കുക. ഇനി പിന്നെ അത് ആണും പെണ്ണാണെങ്കിൽ പെണ്ണിന് 1 ആണിന് 2 2 പെണ്ണായിട്ട് 2 1 ആണിന് 2 പെണ്ണിന് അങ്ങനെ. അപ്പോ എത്ര ആളുണ്ടോ എത്ര പെണ്ണുണ്ടോ അത്രയും, എത്ര ആളുണ്ടോ ആ ആളിന്റെ നേരെ ഇരട്ടി. കാരണം 1 2 അങ്ങനെയാണ് അതൊക്കെ പദ്ധതി. പിന്നെ ആണ് അല്ല ഫുറൂദ് അസ്ഹാബുൽ ഫുറൂദ് പിന്നെ ഫറദാണ്. ഇത്ര 4-1 8-1 പിന്നെ 6-1 3-2 ഭാഗം പിന്നെ പകുതി ഇങ്ങനെയുള്ള പിന്നെ അഹ്ലുൽ ഫുറൂദ് ആളാണെങ്കിൽ അപ്പോഴാണ് ഇതിന്റെ പിന്നെ ഇങ്ങോട്ട് വിപുലമാവുക. അപ്പം ഒരു പിന്നെ ഓഹരി ഏതാണ് ഓഹരി അതിന്റെ മഖ്റജിൽ നിന്നാണ് അത് എടുക്കുക. ഇപ്പൊ പകുതി ഇപ്പൊ 3-1 കിട്ടണമെങ്കിൽ സുലുസ് കിട്ടണമെങ്കിൽ ആ സുലുസിന്റെ മഖ്റജ് സലാസ സുലുസ് കിട്ടുന്ന 3 കിട്ടണ്ടിക്കുന്ന 3 കേട്ടുണ്ട്. ഇപ്പൊ 4 കിട്ടണ്ടിക്കുന്ന റുബ കിട്ടണ്ടിക്കുന്നെങ്കിൽ 4 വെക്കണം. അതുപോലെ തന്നെ സുദുസ് കിട്ടണ്ടിക്കുന്നെങ്കിൽ എത്ര വെക്കണം? 6 വെക്കണം. ഈ സുബിന് കിട്ടണ്ടിക്കുന്നെങ്കിൽ 10. ഇങ്ങനെ എത്ര ഏത് കസറാണോ ഏത് ഭിന്നമാണോ കിട്ടുന്നത് ആ ഭിന്നത്തിന്റെ മഖ്റജ് അതിന്റെ അതതായിരിക്കും. ഇപ്പൊ സുബിനാണെങ്കിൽ സമാനത്ത്, റുബാണെങ്കിൽ അർബാത്ത്, സുലുസാണെങ്കിൽ സലാസത്ത്, സുദുസാണ് സിത്തത്ത്, അങ്ങനെ വരും. അപ്പോ ഇപ്പൊ ഒരാള് മരിച്ചാല് അദ്ദേഹത്തിന് ഇപ്പറഞ്ഞ അഹ്ലുൽ ഫുറൂദ് മാത്രമുള്ളെങ്കിൽ പിന്നെ അതിൽ ഒരു വിഭാഗം മാത്രമുള്ളെങ്കിൽ പിന്നെ ഒരു മഖ്റജ് ചെയ്യാൻ വേണ്ടിവരും. അപ്പോ 4-1 അവകാശം, പിന്നെ ബാക്കിയുള്ളത് അസബക്കാരൊന്നും. എന്നാൽ ഈ 4-1 പിന്നെ 4 വെച്ചിട്ട് ബാക്കി അസബക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ഇനി അസബക്കാരില്ലെങ്കിൽ വേറെ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ വേറെ അവകാശികൾ ആരുമില്ല. എന്നാൽ റദ്ദായിട്ട് എന്ത് ചെയ്യൂ? ഈ അവകാശം ചെന്ന് കിട്ടിച്ചു. ഒരു മകളാണ് ഒരാൾക്ക്, ഒരു മകളാണെങ്കിൽ പകുതി അദ്ദേഹത്തിനുണ്ടാവും, അവൾക്കുണ്ടാവും. പിന്നെ വേറെ ആരുമില്ല, അവകാശം കൊടുക്കാൻ ആരുമില്ല. എന്നാൽ ബാക്കി റദ്ദായിട്ട് എന്ത് ചെയ്യൂ? അതും കൂടെ കിട്ടും. അപ്പൊ ഓരോരുത്തരെന്ന് വെച്ചാൽ ഓളെ അവകാശത്തിലെന്ന് വെച്ചാൽ പകുതി ഓളെ അവകാശവും ബാക്കി പകുതി റദ്ദും, ഇങ്ങനെ റദ്ദായിട്ട് ഫുള്ളായിട്ട് കൊടുക്കും. അപ്പോ ഇവിടെ പിന്നെ 2 ഫർളുകാരുണ്ടെന്ന് വെക്കാം. എന്നാൽ എങ്ങനെയാ ഓഹരി വരിക എന്നുള്ളതാണ് ഇങ്ങോട്ട് പറയാൻ. 2 ഓഹരിക്കാരുണ്ടെങ്കിൽ അവിടെ 4 വിഭാഗമായിട്ട് ഇതിനെ ബാധിക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞ തവാഫുക്ക്, തമാസുല്, തബായിന്, തദാഫ, ഇങ്ങനെ 4 ഭാഗമായിട്ട് ഉണ്ടാക്കേണ്ടി വരും, ബാധിക്കേണ്ടി വരും.
ഇപ്പൊ രണ്ട് അതതുകൾ പിന്നെ തുല്യമാണെങ്കിൽ തമാസുൽ. ഇനി ഒന്നിൽ മറ്റേതും കടക്കുമെങ്കിൽ എന്തായാലും തദാഖുൽ. ഇനി ഒന്നിൽ നിന്ന് കിട്ടുന്ന അതേ കസ്റ് മറ്റേ സംഖ്യയിൽ നിന്ന് കിട്ടുമെങ്കിൽ അതിന് തവാഫുഖ്. ഇനി ഒന്നിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്നെ കസ്റും ഒരു ഭിന്നവും മറ്റേന്ന് കിട്ടുന്നില്ലെങ്കിൽ, പിന്നെ അതേ കസ്റ് മറ്റേന്ന് കിട്ടുന്നില്ലെങ്കിൽ അതിന് തബാവിന് ഇങ്ങനെ നാലായിട്ട് വായിക്കപ്പെടും. ഇപ്പൊ ഇങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ ഈ അതത് പറഞ്ഞിട്ടുള്ള ഇപ്പൊ 4-1 6-1 കിട്ടുന്ന രണ്ട് ഫർളുകാർ ഒരു മസൂലയിലുണ്ടെന്ന് സങ്കല്പിക്കാം. ആ മസൂലയിൽ ആരെയുണ്ട്? 4-1 കിട്ടുന്നവരുണ്ട്, 6-1 കിട്ടുന്നവരുണ്ട്. ഇപ്പൊ 4-1 എത്ര ഓതിവെക്കണം? അതിന്റെ മഖറജ് 4. 6-1 വിട്ട് എത്ര ഓതിവെക്കണം? 6. അതിന്റെ മഖറജ് 6. അപ്പൊ രണ്ട് അതതുണ്ട് ഇവിടെ, 1 6 1 4 അല്ലേ? ഈ രണ്ട് പിന്നെ ഓതി വരുമ്പോൾ എത്ര ഓതി വെക്കണം? ഈ രണ്ടും കിട്ടുന്ന ഓതി കണ്ടുപിടിക്കാനാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് അതത് ഇപ്പൊ എങ്ങനെയാ വന്നത്? 4 6. ഈ 4 6-ൽ നിന്ന് തദാഖുലാവോ? ഇല്ല. തദാഖുലാണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ ചെറിയ സംഖ്യ വലിയ സംഖ്യയിൽ നിന്ന് എത്ര പ്രാവശ്യം ക്ഷയിച്ചാൽ ഒന്നും ബാക്കിയില്ലാണ്ട് തീരണം. ഉദാഹരണമായിട്ട് ഏതുപോലെ 3 9 അല്ല 3 6 3 6 എന്നതിന് തദാഖുല. എന്തുകൊണ്ട്? 3 ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ തീരൂല. 2 പ്രാവശ്യം കഴിക്കുമ്പോഴേക്ക് എന്തായി? തീരും. അതുപോലെ 9 3 9 എന്താ? തദാഖുല. ഈ 3ന്റെ അകത്ത് ഈ 9ന്റെ അകത്ത് 3 ഒരു പ്രാവശ്യം കഴിച്ച് 2 പ്രാവശ്യം കഴിച്ച് 3 പ്രാവശ്യം ഫുള്ള് തീർന്നു. ഞാൻ കഴിഞ്ഞു കേട്ടല്ലേ? അപ്പോ 3 പ്രാവശ്യം ചെയ്യിക്കുമ്പോഴേക്ക് എന്തായി? 9 തീർന്നു. അപ്പം തദാഖുല. അതാണ് തദാ. അപ്പൊ എന്തായി? ഈ 9 ഓഹരി വെക്കണം. എന്ത് അല്ല 6 ഓഹരി വെക്കണം. സുദുസിന്റെ ഒരു സുദുസുണ്ട് നോക്കാം, അവകാശമുണ്ട്. ഒരു സുദുസിന്റെ അവകാശമുണ്ട്, ഒരു സുദുസിന്റെ അവകാശമുണ്ട്. എന്നാല് സുദുസിന് 3 ഓതി വെക്കണോ? സുദുസ് കിട്ടുക. സുദുസ് കിട്ടുന്നതിന് വേണ്ടി വെക്കണോ? 6 വെക്കണം. അപ്പോ സുദുസ് കിട്ടാൻ വേണ്ടി 6 വെച്ച്, അപ്പോ സുദുസ് കിട്ടാൻ കൊണ്ട് 3 വെക്കണ്ടേ? അത് വേണ്ട. കാരണം അത് ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 6-ൽ നിന്ന് 2 എടുത്താൽ സുദുസല്ലേ? ഓർമ്മുണ്ടോ? 6-ൽ നിന്ന് പിന്നെ 2 എടുത്താലും സുദുസല്ലേ? അപ്പൊ സുദുസും കൂടി എന്തിന് ദാഖലാകുന്നുണ്ട്? ഈ സിഫത്തില് സുദുസും കൂടി ഈ സുദുസും 2 ദാഖലാകും. ഈ 6-നകത്ത് 3 ദാഖലാകുന്നു. അപ്പോ അതിനാണ് തദാഖുല. അപ്പം തദാഖുലാവുന്ന അങ്ങനെ. ഇനി തമാസുലാവുന്നാൽ ഒരു പിന്നെ ആ 3-1 അവകാശമുണ്ട്, വേറൊരു 3-1 അവകാശം പോരെ. രണ്ടാളും 3-1 അവകാശം. ഓക്ക് 3-1, ഇവക്ക് 3-1. എന്നാലും എന്തായി? തമാസുല 2. അത് അപ്പൊ സുദുസിന് 3 വെക്കണം, സുദുസ് മറ്റേ സുദുസിന് 3 വെക്കണം. അപ്പൊ 2 ഒരേ തുകയാണ്, ഒരേ സംഖ്യ. അപ്പൊ എന്തായി? അങ്ങോട്ടും ഇങ്ങോട്ടും തമാസുലായി. അപ്പൊ തമാസുലാവുമ്പോ ഏതെങ്കിലും ഒരു ഓഹരി വെച്ചാൽ മതി. തദാഖുലാവുമ്പോ അക്സർ. അപ്പൊ സുദുസും പിന്നെ സുദുസും കൂട്ടണ്ടിക്കണമെങ്കിൽ 6 പിന്നെ 3 ഓഹരിയിലേക്ക് ഉണ്ട്. അപ്പോ എന്താണത്? ഈ 6 കൊണ്ട് മതിയാകുന്നുണ്ട്. അപ്പൊ
ഈ അക്ഷർ കൊണ്ട് മതിയാകും. അപ്പൊ അതാ തദാഫു. തബായുനുണ്ട് തവാഫുക്കും. അതാണ് ഇനി ഇവിടെ വളരെ ശ്രദ്ധേയമാണ്ടി വളരെ ശ്രദ്ധിക്കേണ്ട ഇതാണ് തവാഫുക്ക്. തവാഫുക്ക് എന്ന് പറഞ്ഞാല് രണ്ട് സംഖ്യകൾ. ഇപ്പോ റുബ് പിന്നെ സുദുസ്. ഇപ്പൊ രണ്ടാക്ക് റുബിന്റെ ഒരിയുണ്ട്, ഒരു സുദുസിന്റെ ഒരിയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ സുദുസിന് വേണ്ടിയിട്ട് 6 ഒന്നിച്ച് 6-ന്റെ 4 കിട്ടുക. 6 കിട്ടു, 4 കിട്ടൂലല്ലോ. ഇപ്പൊ 4 വന്നിട്ട് 4 കിട്ടും, 6 കിട്ടുന്നോ? അത് കിട്ടൂല. അപ്പോ 2 കിട്ടൂല. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഇതിന്റെ പിന്നെ ഇത് തവാഫക്കോ തബായുനോ നോക്കണം. തബായുൻ എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കസറ് മറ്റേൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോ തബായുൻ. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന അതേ ഭിന്നം, അതേ കസറ്. കസറ് എന്ന് പറഞ്ഞാൽ ഭിന്നം. അതെ, കസറ് എന്ന് പറഞ്ഞാൽ ഭിന്നാണ്. റുബ്, സുമുന്, സുലുസ്, ഹുമുസ്, പിന്നെ തുസു, ഇതെല്ലാം എന്താണ്? കസറുകളാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കസറ് ഒന്നിൽ നിന്ന് കിട്ടുന്നത് മറ്റേ ഒന്നും കിട്ടുന്നില്ല എന്നാൽ അതിന് തബായുന് നൽകും. ആ രണ്ടും മുത്തബായിനാണ്. ഈ രണ്ട് അതതും എന്നാ മുത്തബായിനായി. ഇനി ഒന്നിൽ നിന്ന് കിട്ടുന്ന ഒരു ഭിന്നം മറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? മുത്തവാഫിക്കാൻ. മുത്തവാഫിക്കാൻ എന്ന് പറഞ്ഞാലോ വിഫ്കുള്ളത് എന്ന് പറഞ്ഞു. ഒരു സംഖ്യയിൽ നിന്ന് കിട്ടുന്ന അതേ ഭിന്നം മറ്റേലുണ്ട്. അപ്പൊ 2 ഭിന്നവും ഒരേ സംഖ്യ കിട്ടുമ്പോൾ അത് മുത്തവാഫിക്കാനാണ്. അത് രണ്ടും പിന്നെ വിഫ്കുള്ളതാണ് പറയുന്നത്. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ 4-ലൊന്നും 6-ലൊന്നും കിട്ടേണ്ട 2 ഓഹരി കിട്ടേണ്ട പിന്നെ ഒരു മസൂല. അപ്പോ 4 ഓഹരി വെച്ചാല് 4 ഓഹരി റുബീനും വേണം, പിന്നെ സുദുസ് കിട്ടാൻ 6 ഓഹരി സുദുസും വേണം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യൂ? പിന്നെ ഈ സംഖ്യകളുടെ ബന്ധം നോക്കാം. ഈ ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 4-ന്റെ അകത്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭിന്നം മറ്റേത് കിട്ടുന്നുണ്ടോ? 6-ന്റെ അകത്ത് 2 തന്നെ പൂർണ്ണസംഖ്യ, അതല്ല ഭിന്നം കിട്ടുന്നുണ്ടോ? കസറ്, റുബ്, സുലുസ്, സുമുന്, തുസു, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കസറ് ഒന്നിൽ നിന്ന് കിട്ടുന്നത് മറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നിസ്ബയിൽ കിട്ടുന്നുണ്ട്, അർബാത്തിന് കിട്ടുന്നുണ്ട്. അപ്പോ പിന്നെ സിത്തത്തിനോ നിസ്ബിട്ടില്ലേ? നിസ്ബ് സിത്തത്തിന് കിട്ടൂലേ? അപ്പൊ നിസ്ബീകന എന്ന ഒരു കസറ് എന്തിൽ നിന്ന് കിട്ടി? 2 അതതിൽ നിന്ന് കിട്ടി. 4-ന്റെ അകത്തും 6-ന്റെ അകത്തും എന്ത് കിട്ടി? നിസ്ബ് കിട്ടി. അപ്പൊ ഈ 2 സംഖ്യയും എന്താണ്? മുത്തവാഫിക്കാനാണ്. എന്തുകൊണ്ട്? 2-ൽ നിന്ന് നിസ്ബ് കിട്ടുന്നുണ്ട്. ഒരേ ഭിന്നം 2 സംഖ്യയിൽ നിന്ന് കിട്ടുക. ഒരേ ഭിന്നം 2 സംഖ്യയിൽ നിന്ന് കിട്ടിയാൽ ആ 2 സംഖ്യകളും മുത്തവാഫിക്കാനെയാണ്. മുത്തവാഫിക്കാൻ രണ്ടും വിഫ്കുള്ളത് നിർത്തം. അപ്പൊ ഈ വിഫ്കത്തില അർബഅത്തിന്റെ വിഫ്ക്, അതിന്റെ നിസ്ബ് 2. സിത്തത്തിന്റെ വിഫ്കത്തില അതിന്റെ നിസ്ബ് 3. ഓടിയോ? അപ്പോ ഇത് രണ്ടും പിന്നെ മുത്തവാഫിക്കണം. അപ്പൊ ഒന്നിന്റെ വിഫ്ക് കൊണ്ട് മറ്റേന്റെ കൂലിനെ പെരുക്കണം. ഒന്നിന്റെ വിഫ്ക് കൊണ്ട് മറ്റേന്റെ കൂലിനെ പെരുക്കും. അപ്പോ അർബഅത്ത് സിത്തത്ത് അതിനിപ്പോ എങ്ങനെ ചെയ്യേണ്ടത്? അർബഅത്തിന്റെ അകത്ത് അതിന്റെ നിസ്ബ്, മറ്റേത് 2 നിസ്ബ് കിട്ടുന്നില്ല. അപ്പൊ അർബഅത്തിന്റെ നിസ്ബ് കൊണ്ട് മറ്റേ കൂലിനെ സിത്തത്തിന് ആകെ പെരുക്കും. അപ്പൊ 12. ഇനി അല്ലെങ്കിൽ പിന്നെ മറ്റേത് ഇങ്ങോട്ട് ഭരിക്കാം. സിത്തത്തിന്റെ നിസ്ബത്തില 3. ആ 3 കൊണ്ട് 4-നെ കുല്ലിനെ പെരുക്കുക. അപ്പൊ 3 4 12. അതെങ്ങനെയാണ് 12 തന്നെ ഉണ്ടാവും. ഇപ്പം 12 ഓഹരി വെച്ചാൽ എന്ത് കിട്ടും? 2 സംഖ്യ കിട്ടും. 2 പിന്നെ ഓഹരി കിട്ടും. 12 എത്ര കിട്ടും?
റുബി കിട്ടൂലേ? റുബി കിട്ടൂലേ? 412 കിട്ടൂലേ? 12 എത്ര കിട്ടും? റുബി കിട്ടും. സുഖസം കിട്ടൂലേ? എന്തുകൊണ്ട്? രണ്ടെടുത്താൽ എന്തായി? പിന്നെ 12 പകുതി എടുത്താൽ 6 എടുത്താൽ ഇഷ്ടമല്ലേ? രണ്ടല്ല. അതാ മതി. ചിലത് തെറ്റിപ്പോവും. തെറ്റിപ്പോ നിങ്ങളെ എന്നോട് പറയും. രണ്ടാളും തെറ്റിപ്പോ. അപ്പോ ഈ റിസ്ക് അപ്പോ അധികം എടുപ്പിക്കാം. അതെ അപ്പൊ അത് വിഫ്കിന്റെ തവാഫ് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. റുബു സുലുസു അവകാശമുള്ളിടത്തില് 4, 6 അതുണ്ടാവുക അല്ലെ? റുബുവിന് 4, സുലുസിന് 6. അവിടെ ഈ 2 ഓഹരിയിൽ കിട്ടുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കാനാണ് എന്ത് പറയുന്നത്? ഒന്നിന്റെ വിഫ്ക് എടുത്തിട്ട് മറ്റേതിന്റെ കുള്ളിനെ പെരുക്കണമെന്നുണ്ട്. അപ്പോ 4ന്റെ നിസ്ഫ് കൊണ്ട് 6ന്റെ കുള്ളിനെ പെരുക്കും, അല്ലെങ്കിൽ 6ന്റെ നിസ്ഫ് കൊണ്ട് 4ന്റെ കുള്ളിനെ പെരുക്കും. അപ്പോ എന്ത് കിട്ടി? 12 കിട്ടി. മറ്റൊരു ഉദാഹരണം, ഒരു സുമുനുവിന്റെ അവകാശമുണ്ട്. പിന്നെ സുമുനിന്റെ അവകാശമുണ്ട്. പിന്നെ ഒരു സുലുസിന്റെ അവകാശമുണ്ട്. 3 ഉമ്മയുണ്ട്, പിന്നെ ഒരു ഭാര്യയുണ്ട്, പിന്നെ ഒരു മോനുണ്ട് കൂട്ടിക്കോ. അപ്പൊ ഉമ്മക്ക് ഉമ്മല്ല, ഭാര്യയും പിന്നെ ഭാര്യക്ക് പിന്നെ 8 പിന്നെ ഒരു സുമുനും, പിന്നെ ഇതിന് ഒരു സുലുസല്ല, സുലുസ്. സുലുസ് ഉമ്മയുണ്ട്, ഒരു ഉമ്മയും
പിന്നെ ഒരു ഭാര്യ, പിന്നെ ഒരു അഹു ഉണ്ട് കൂട്ടി, ഒരഹു. അപ്പൊ ഇതില് ഉമ്മാക്ക് സുലുസ് അല്ലേ? അല്ലല്ലേ? എന്നോട് ചിലപ്പോൾ പാളിപ്പോവും. ഉമ്മാക്ക് സുലുസല്ലേടാ. ഉമ്മനെ സുഖസാക്കുന്ന ആരും ഇല്ലല്ലോ. പിന്നെ മക്കളുമില്ല, മകന്റെ മക്കളുമില്ല, പിന്നെ ഈ യഹ്ബത്തഹവാത്തിരുന്നത് രണ്ടുമില്ല അല്ലേ? അപ്പൊ ഒരഹല്ലുള്ളൂ. അപ്പൊ ഉമ്മാക്ക് സുലുസിയല്ല. അപ്പൊ സുലുസ് ഉമ്മാക്കും, പിന്നെ ഭാര്യക്ക് സുമും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? റുബാണ്. അപ്പൊ റുബു സുമുനായി, അല്ല റുബു സുലുസുമായി അല്ലേ? അപ്പൊ സുലുസും റുബു ആകുമ്പോ അത് നമ്മളെ ഈ ഉദാഹരണമല്ല, അത് തബായിന്റെ ഉദാഹരണം. പിന്നെ അപ്പൊ തബായിനിപ്പം പോലെ പിന്നെ 4 8 പിന്നെ 4 8 അപ്പൊ 4 6 ഇപ്പൊ പറഞ്ഞത്. ഉദാഹരണം നൽകാതെ മതിയല്ലോ, ഇപ്പൊ ഓർമ്മേണ്ടത് ഈ ആലോചിച്ചിട്ട് സമയം പോകണ്ട. അപ്പോ തവാഫിന്റെ ഉദാഹരണമാണിത്. അപ്പോ ഇനി തബായിന്റെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞില്ല 3 പിന്നെ അവളിന് 6 4 ആയിരിക്കും ഭാര്യ, പിന്നെ 3 ഉമ്മാക്കും. അപ്പൊ 4 3 വരുമ്പോ എന്തായി? 4 ആലോചിക്കണം, പിന്നെ 3 3 പോകണം. അപ്പൊ 3 4 ആണ് വിട്ടാത്തത്. ഈ പിന്നെ മഖ്റജ്, ഈ മഖ്റജിനകത്ത് നിന്ന് പിന്നെ 1 നിന്ന് കിട്ടുന്ന ഈ 4ന്റെ അകത്ത് കിട്ടുന്ന അതേ പിന്നെ എന്തിന്റെ അകത്ത് കിട്ടുന്നില്ല? 3ന്റെ അകത്ത് കിട്ടുന്നില്ല. കിട്ടുക 3ന്റെ അകത്ത് സുലുസ് കിട്ടും, 4ന്റെ അകത്ത് റുബും കിട്ടും, നിസ്ഫും കിട്ടും. പക്ഷേ എന്ത് കിട്ടുന്നില്ല? സുലുസ് കിട്ടുന്നില്ല. അപ്പൊ മറ്റേത് കിട്ടുന്ന അതേ കസര് ഈ ഇത് കിട്ടുന്നില്ല. അപ്പൊ ഈ പിന്നെ 1ൽ നിന്ന് ഒരു സംഖ്യയിൽ നിന്ന് കിട്ടുന്ന പിന്നെ കസറ് മറ്റേ സംഖ്യയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് കിട്ടാതിരിക്കും. അതിനെന്ത് പറയൂ? തബായിന്ന് പറയും. അപ്പൊ ഇത് 2 മുത്തബായിനാണ്. അതിനാണ് ഈ 2 സംഖ്യം മുത്തബായിനായി. അപ്പോ മുത്തബായിനായ ഇടത്തിൽ എന്താ ചെയ്യേണ്ടത്? 1ന്റെ പുല്ലുകൊണ്ട് മറ്റേതിന്റെ പുല്ലിൽ പിരിക്കും. 1ന്റെ പുല്ലുകൊണ്ട് മറ്റേ പുല്ല്. അപ്പം 3 4 പോയി. അപ്പൊ എത്ര? 3 4 12. അപ്പൊ 12 3 കിട്ടും, 4 കിട്ടും. ചില ആളുകാരിക്കോ പിന്നെ ചില പ്രധാനപ്പെട്ട ചില ആളെ ചോദിക്കും. അപ്പൊ 3 4 6 കിട്ടും. ആദ്യം ഏതാ എടുക്കുക? 3 എടുക്കുക. പിന്നെ ഓനിക്കൊരു ബേജാറ്, എന്നാ മറ്റെനിക്ക് കുറഞ്ഞു വന്ന പിന്നിൽ എനിക്ക് കുറയുമെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം കിട്ടുന്നവർക്ക് ജയിച്ചുവല്ലോ. അപ്പൊ അതാർക്ക് ആദ്യം കിട്ടുന്നത്? വാസ്തവത്തിൽ ആർക്കും കുറയില്ല. കുറയുന്ന പോലെ വിഷയമല്ല, അത് സ്വത്ത് കുറയണം. സ്വത്ത് കുറയുമ്പോൾ കുറയും. ഇതൊന്നും സ്വത്ത് കുറയുന്നതല്ല. സ്വത്ത് കുറയുന്നില്ല. ഇപ്പോ 3 അവകാശവും വന്ന് പകുതിന്റെ അവകാശവും വന്നു. അപ്പൊ സ്വത്ത് കുറയും. കാരണം 3 ഒരു സ്വത്തിന്റെ അന്ന് എടുത്താല് അതിൽ പകുതി കിട്ടുക, ബാക്കി ഉണ്ടാവില്ലല്ലോ. ഇനി പകുതി അതി എടുത്താല് 3 ബാക്കി ഉണ്ടാവുക, ആവില്ല. അപ്പൊ അതാണ് കുറയല്. ആടെ എന്ത് ചെയ്യൂ? പിന്നെ ഓതി പിന്നെ എന്താക്കൂ? പിന്നെ വർദ്ധിപ്പിക്കും, ഔലിച്ചു. അപ്പൊ അന്നേരം കുറയും. ആ കുറയലും വീതം ഓരോരുത്തരെ തോതനുസരിച്ചേ കുറയും. അപ്പൊ അങ്ങനെ ഇപ്പൊ 4 ഇത് നമ്മൾ മനസ്സിലാക്കണം. 1 തമാസുൽ, അതായത് 2 ഓഹരി തുല്യമായിട്ട് വരുന്നു. എന്തായിരിക്കും? തമാസുൽ. പിന്നെ തമാസുലാന്നിടത്തിൽ എന്താ ഹുക്മ്? 2 ഓഹരി തമാസുലായിരിക്കുന്ന ഓതി വന്നാൽ ഏതെങ്കിലും ഓരോരി 2 ശരിയാവും. ഇനി പിന്നെ അതല്ല, ഓരോരി ഇത് പിന്നെ 2 ഓഹരിയുണ്ട്, പക്ഷെ വലിയ ഓഹരി ഉണ്ട്, ചെറിയ കിട്ടുമെങ്കിൽ എന്താവും? തദാഖുല. ഇനി
ഒന്നിൽ നിന്ന് കിട്ടുന്ന അതേ കസ്ർ ഭിന്നം മറ്റിൽ നിന്ന് കിട്ടുമെങ്കിൽ തവാഫുക്കായി. ഇനി ഒന്നിൽ നിന്ന് കിട്ടുന്ന കസ്ർ ഭിന്നം മറ്റിൽ നിന്ന് കിട്ടുന്നില്ല, എന്നാൽ തബായിൽ. അപ്പൊ തബായിലുള്ളതില് കുല്ലിനെ ഒന്നിന്റെ ഒരതിന്റെ കുല്ലുകൊണ്ട് മറ്റേ കുല്ലിനെ പിരിക്കുക. തദാഹുലുള്ളിടത്തില് അക്ഷർ ഏതാണോ എന്ന് വെച്ചാൽ അത്ര ഓഹരി വെക്കുക, എന്നാലും മറ്റോ കിട്ടിക്കോളും. തവാഫുകളാണെങ്കിൽ ഒന്നിന്റെ വിഫ് കൊണ്ട് മറ്റേ കുല്ലിനെ പിരിക്കുക. മനസ്സിലായില്ലേ? ഒന്നിന്റെ കുല്ലുകൊണ്ട് മറ്റേ ഒന്നിന്റെ വിഫ് കൊണ്ട് മറ്റേ കുല്ലിന് പെരുക്കുക. വിഫ്ക്കുള്ളതാകുമ്പോ രണ്ടിൽ വിഫ്ക്കുള്ളതാകുമ്പോ മുത്തവാഫിക്കാനാകുമ്പോ ഒരു അതതിന്റെ വിഫ് കൊണ്ട് മറ്റേ കുല്ലിന് പെരുക്കുക, മറ്റേ അതതിന്റെ. ഇനി മുത്തബായിനാണെങ്കിൽ ഒന്നിന്റെ കുല്ലുകൊണ്ട് മറ്റേ കുല്ലിന് പെരുക്കുക. ഇപ്പൊ 3-4 പേര് പോലെ 3-4 12, 6-4 പേരുന്നാണെങ്കിലോ മുത്തവാഫിക്കാനാണ്. ഒന്നിന്റെ വിഫ്ക്ക് പകുതി എടുത്തിട്ട് 6 12 അല്ലെ 3-4 12 അങ്ങനെ എടുക്കുക. ഇനി തദാഹുലാണെങ്കിൽ 6-3, 3-1 6-1 കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 6 വെച്ചാൽ മതി. ഇനി രണ്ടും ഒരുത്തർക്ക് 6-1 വേറെ ഒരുത്തർക്ക് 6-1, അല്ലെ ഒരുത്തർക്ക് 3-1 ഒരുത്തർക്ക് 3-1, അങ്ങനെ ഒരുത്തരത്തിൽ ഓരോ തന്നെ മതി. എന്താ 4-1 ഇവർക്ക് കിട്ടാൻ വേണ്ടി 4 വെച്ചാൽ അത് തന്നെയല്ല മറ്റൊരിക്കും വേണ്ടി. തമാസുൽ. അപ്പൊ തമാസുലുള്ള ഇടത്തിൽ ഓരോ ഓഹരി, ഒരു അതത് ഓരോ ഒന്നിന്റെ ഒരാളുടെ ഓഹരി കൊണ്ട് മറ്റേ ആളെ ഓഹരി കിട്ടും. തമാസുലുണ്ടാകും. തദാഹുലാകുമ്പോ അക്ഷർ കൊണ്ട് കിട്ടും. തവാഫുകാകുമ്പോ ഒന്നിന്റെ വിഷ് കൊണ്ട് മറ്റേ കുല്ലിന് പെരുക്കുക. തബായിനാകുമ്പോ ഒന്നിന്റെ കുല്ലുകൊണ്ട് മറ്റേ കുല്ലിൽ പെരും. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ വിസ്ക് എന്ന് പറഞ്ഞാല് എന്നാണ്? വിഫ്ക് തന്നാല് ഒന്നിന്റെ ഒരു സംഖ്യയിൽ നിന്ന് കിട്ടുന്ന കസറ് മറ്റൊരു സംഖ്യയിൽ നിന്ന് അതേ കസറ് കിട്ടുന്നതാണെങ്കിൽ അത് രണ്ടും മുത്തവാഫിക്കാനിയാണ്. ഏത് കസറാണോ കിട്ടുന്നത് അതിനാണ് വിഫ്ക് നിറത്. രണ്ട് സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഒരേ ഭിന്നം അതിനാണ് വിഫ്ക് നിറത്. അപ്പൊ വിഫ്ക് തന്നെ എന്താണെന്ന് വെച്ചാൽ പകുതിയല്ല, ഒറ്റയല്ല, ഇരട്ടിയല്ല, ഒറ്റ ഇരട്ടിയല്ല, ചില ഒറ്റ ഇരട്ടി 4-2 ആണെങ്കിൽ എന്താണ് മുത്തവാഫിക്കാനിയാണ് വരുന്നത്. അപ്പോ ചില ഒരു ഒറ്റ ഇരട്ടിയാണ്, ചില ഒരു ഇങ്ങനെ പലതും പറയാം, ഓരോരുത്തർ തോന്നുമ്പോഴും പറയാം. അങ്ങനെയൊന്നുമില്ല. 3-9 2 ഒറ്റയല്ലേ, അത് മുത്തവാഫിക്കാനിയാണ്. എന്തുകൊണ്ട്? 3ന്റെ അകത്ത് എന്ത് കിട്ടുന്നുണ്ട്? സുലുസ് കിട്ടുന്നു. 9ന്റെ അകത്ത് ഒത്തിരി കിട്ടുന്നുണ്ട്, സുലുസ് കിട്ടും. അപ്പൊ 2 മുത്തവാഫിക്കാനാണ്. 2 ഒറ്റയാ, സംഖ്യ ഒറ്റയാ. അപ്പൊ ഒറ്റ ഇരട്ടിയ എന്നുള്ള പ്രശ്നം ആരെ ഉദിക്കുന്നേ ഇല്ല, വെറുതെ തിരിയാണ്ടെന്നല്ലോ പറയാ. അപ്പൊ അങ്ങനെ അപ്പോ മുത്തവാഫിക്കാനെയാണ് എന്ന് പറഞ്ഞാല് 2 സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഒരേ ഭിന്നത്തിനാണ് വിഫ്ക് തരുന്നത്. 2 സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഒരേ വിഫ്കിനാണ് എന്ത് തരുന്നത്? ഒരേ കസറിനാണ് എന്ത് തരുന്നത്? വിഫ്ക് തരുന്നത്. മനസ്സിലായില്ല? 2 സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഒരേ ഭിന്നം. ഇപ്പൊ സുലുസ് ഇപ്പൊ ഒരു സംഖ്യ കിട്ടി, സലാസത്തിനകത്ത് കിട്ടൂലേ? സലാസത്തിനകത്ത് സുലുസ് കിട്ടൂലേ? അതേ സുലുസ് കിട്ടുന്ന വേറൊരു സംഖ്യ ഇപ്പൊ 6 അല്ലെ 9 അല്ലെ 12. ഇത് തമ്മിൽ എന്താണ്? മുത്തവാഫിക്കാനെയാണ്. ഏതാണ് വിഫ്കുള്ളതാ? ഏതാ വിഫ്ക് എന്നാൽ സുലുസ്. ഈ സുലുസിന്റെ അതിന്റെ വിഫ്ക്. അപ്പൊ 12ന്റെ വിഫ്കത്ത് സുലുസത്തില 4. അപ്പൊ 12ന്റെ വിഫ്ക് അവിടെ 4ആണ്. 3ന്റെ വിഫ്കത്തില 1. 3-1 ഒന്നല്ലേ? അപ്പൊ ഇനി 3-2 ആണെങ്കിൽ 3-6 ആണെങ്കിൽ വിഫ്കത്തിലാടാ സുലുസ്. അപ്പൊ 3ന്റെ 1, 4ന്റെ 6ന്റെ 2, 6ന്റെ തദാഖുൽ കുല്ലു തദാഖുലും മുത്തവാഫിക്കാനാണ്. കുല്ലു തദാഖുലും തവാഫുക്കും, ലൈസ കുല്ലു തവാഫുക്കിൻ തദാഖുലും. അല്ലേ? പിന്നെ അതാ 3-1 വിഫ്കാലുണ്ട്. 3-1 വേറെ സംഖ്യയിൽ 3-1 ഇട്ടെങ്കിൽ അത് തവാഫിക്കാനാണ്.
എന്തുകൊണ്ട് എവിടെ പെരുക്കിട്ട് ഒന്നുകൂടെ ഇരിക്കണോ? കാര്യമില്ല, കാര്യം ഇല്ലെങ്കിലും പെരുക്കണ്ട. ഉദാഹരണമായിട്ട് 3-9 ഉദാഹരണമായിട്ട് ഈ 3 പറയാ ഒന്ന് അതല്ല. പക്ഷേ ഇവരെ ഈ ഫറാജിന്റെ ആളുകൾക്ക് എന്തല്ല അതതൊന്നും അറിയില്ല. ഒരു അതത് കാണിക്കുന്നെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യ ഒരു വഴിയായിരിക്കണം ഒരു സംഖ്യ, അതിനകത്ത് അതത് തരും. ഇപ്പൊ 2 അതത് തരും. കാരണം 2 അപ്പുറം ഇപ്പുറം ഉള്ള എത്ര 1, 3 അല്ലേ, അതിന്റെ പകുതി എത്ര 2. അപ്പൊ അപ്പുറം ഇപ്പുറം ഉള്ള എന്റെ പകുതിയാല് അതതിന്ന് പറയുന്ന അതെ. അതല്ല 3-1 ഉദാഹരണമായിട്ട് ഞാൻ ഉദാഹരണം വേണ്ട. തമാസുല് അങ്ങനെ എല്ലാവരും വേണ്ടിയത് ഒന്ന് ഇങ്ങനെ എന്നാലേ ഏതെങ്കിലും നാലിന് സമയം തവാഫിന്റെ ഉദാഹരണം തമാസുല് എന്ന് പറഞ്ഞാല് 2 വരെ കിട്ടുന്ന തുല്യമായ സംഖ്യ. ഇപ്പൊ 3-1 അവകാശികൾ ഉണ്ടാവുക, അല്ല 6-1 അവകാശികൾ ഉണ്ടാവുക. 2 6-1 ഉണ്ടാവുക. അപ്പൊ രണ്ടും എന്താണ്, മറ്റേ ഒരു 6-1 6 വെക്കണോ, മറ്റേ 6 വെക്കണോ. അപ്പൊ രണ്ടും എന്തായി തുല്യമായി. അപ്പൊ ആടെ 1 മതി. അതിന്റെ ഉദാഹരണമാണ്. പിന്നെ തദാഖുൽ എന്ന് പറഞ്ഞാല് സുലുസും സുദുസു അല്ലെ, സുലുസു തുസു ആയില്ല, അതിലല്ല ഒന്ന് തദാഖുൽ എന്ന് പറഞ്ഞാല് തവാഫുക്ക് എന്ന് പറഞ്ഞാല് ഒരേ ഭിന്നം കിട്ടുന്ന 2 സംഖ്യ, ഒരേ ഭിന്നം കിട്ടുന്ന 2 സംഖ്യ, 4 6 ഇനി 3 6 തവാഫുക്കാവും. യഥാർത്ഥത്തില് ഇവിടെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാം. യഥാർത്ഥത്തില് തദാഖുലിന്റെ ആവശ്യം കളത്തിൽ നിന്ന് ഒഴിവാക്കാം. തവാഫ് കൊണ്ടുവന്ന് തദാഖുലും കിട്ടും. അത് പക്ഷേ ഇങ്ങനെ പോട്ടെ, സംഗതി പറഞ്ഞതാ, ഞാനവിടെ പറഞ്ഞതായിക്കോട്ടെ. ആലോചിച്ചായിക്കോട്ടെ. തവാഖുൽ യഥാർത്ഥത്തിൽ ഓരി വെക്കേണ്ട അടുത്ത് തവാഫുൽ ശരിക്കും മനസ്സിലായ തദാഖുലിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയാണ്. കാരണം തദാഖുലിന്റെ ആത്മെല്ലാം തവാഫ് കിട്ടും. തവാഫിന്റെ ആത്മ തവാഫ് കിട്ടും, തദാഖുൽ കിട്ടും, 2 കിട്ടും. ആയിക്കട്ടെ. ഇതിപ്പോ ഉദാഹരണം പറഞ്ഞാൽ തദാഖുലിനകത്ത് തവാഫുക്കുണ്ട്. അതെ, തവാഫുക്കില്ലേ അരയു 4 6 സുലുസും സുദുസും പറഞ്ഞില്ലേ.
സുദുസു അല്ലേ? സുദുസിന് എത്ര ഓതി വെക്കണോ? 6 ഓതി വെക്കണം. പിന്നെ സുദുസിന് എത്ര ഓതി വെക്കണോ? 3. അപ്പോ ഈ അക്ഷരം കൊണ്ട് മറ്റു രണ്ടും കിട്ടുന്നുണ്ട്. അത് തദാഖുലിന്റെ നിയമപ്രകാരം. ഇനി തവാഫുക്കിന്റെ നിയമപ്രകാരം ഇവിടെ തവാഫുക്കുണ്ടോ? ഇഫ്കുണ്ടോ? തവാഫുക്കാണോ? ആണ് അല്ലേ? 3-1 3-1 കിട്ടുന്നില്ലേ? 6-3 കിട്ടുന്നില്ലേ? അപ്പൊ അതും എന്താണ്? മുത്തവാഫിക്കാണ്. അപ്പൊ ഒന്നിന്റെ വിഫ് കൊണ്ട് മറ്റേനെ പെരുക്കണമെന്ന്. അപ്പോ ഇതിന്റെ 3-1 പിന്നെ അതെത്രയാ? 3. അപ്പോ ആ 1 കൊണ്ട് എന്താക്കുക? മറ്റേന്റെ കുല്ലത്തിലെ 6 6 പെരുക്കുക. ഒരു 6 ഇനി തിരിച്ച് ഇങ്ങോട്ടായാല് സുലുസ് മറ്റേതും കിട്ടൂലേ? കേൾക്ക് വിഫ്റ്റില്ലാണ്ട് എല്ലാണ് വിഫ്റ്റുണ്ട്. 2 വിഫ്റ്റുണ്ട്. സലാസത്തിന്റെ ഇപ്പൊ സുലുസിന് എത്ര ഓതി നോക്കണ്ടേ? 3 ഓതി. 3 മറ്റേന് എത്ര നോക്കണ്ടേ? 6 3 അല്ലേ? ഈ 3ന്റെ അകത്തുനിന്ന് എത്ര കിട്ടുന്നുണ്ട്? ഏത് കസറ് കിട്ടുന്നുണ്ട്? സുലുസ് എന്നുള്ള കസറ് കിട്ടുന്നുണ്ട്. അത് 6-ന്റെ കിട്ടുന്നില്ലേ? അപ്പൊ 2ന്റെ അകത്തും കിട്ടുന്നു. ഒരേ കസറ് 2ന്റെ അകത്തും കിട്ടുന്നില്ലേ? അത് അവരേക്ക് ഈ സുലുസ് 2നും കിട്ടുന്നില്ലേ? അപ്പൊ 1ന്റെ സുലുസ് കൊണ്ട് മറ്റേനെ പെരുക്കുക. എന്താ പറയുന്ന കേൾക്ക്? 1ന് പറയുന്ന 6ന്റെ സുലുസ് എത്രയാ? 2. അതിന്റെ 2 കൊണ്ട് എത്ര പെരുക്കുക? 3 23 3ന്റെ പിന്നെ സുലുസ് എത്രയാ? അല്ല 3 സുലുസ് 1 അല്ലേ? ആ 1 കൊണ്ട് ആദ്യം പെരുക്കിയാ ഒരാളാറ് പെരുക്കില്ലേ? പെരുക്കിട്ട് ഏറെ ആരാ വന്നത്? കുറയല്ലേ? പെരുക്കൽ കുറയൂ. അര കൊണ്ട് അരേനെ പെരുക്കിയാൽ എത്രയാ? വേറെ കുറയുന്നല്ലേ? അര എത്തിയാ കാല അര പെരുക്കണം. വര എത്തിയാ കാല് ഒരരിയാതില്ലല്ലോ. അരയിലോട്ട് പെരുപ്പിക്കുക. അര എന്നിട്ട് 1ന്റെ പകുതിയല്ലേ? അതിനാ നമ്മള് അരി അണ്ടിട്ട് 1 കൊണ്ട് പെരിക്കണം. അര കൊണ്ട് പെരിക്കുക. അര പകുതിയായി. അപ്പൊ കാലായി ചുരുങ്ങിക്കാം. അപ്പൊ എരിക്കുമെന്ന് പറഞ്ഞാല് പിന്നെ ഇരട്ടിയാക്കുമെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയില്ല. അത് ഇരട്ടി എണ്ണ കിട്ടാൻ സ്പൂണ് ഒന്നും കൊണ്ട് അങ്ങോട്ട് വിടുമ്പ ഒന്നും കൊണ്ട് ബേക്കോട്ട് പോയപ്പോ ചുരുക്കുമായി. എങ്ങനെ? അല്ലല്ല അങ്ങനല്ല. അതെല്ലാം കിട്ടൂല. ഇപ്പൊ പലതിനകത്തും കിട്ടും. ഒരേ ഭിന്നം 2 സംഖ്യയിൽ ഇത് കിട്ടുക. ഒരേ ഭിന്നം 2 ഇപ്പോ പകുതി അല്ലെ 3-1 അല്ലെ 4-1 6-1 8-1 9-1 10-1 11-1 12-1 എത്രയിലോ ഒരു കസറാണ്. കസറ് കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ 10-1 എന്ന് പറഞ്ഞാൽ കസറാണ്. അല്ലെങ്കിൽ 11-1 അല്ലെ 9-1 അല്ലെ 8-1 അപ്പൊ കസറാണ്. അങ്ങനത്തെ ഒരേ കസറ് പിന്നെ വേറൊരു സംഖ്യയുടെ അർത്ഥം കിട്ടുക. എന്നാൽ ഈ 2 സംഖ്യകളും എന്താണ്? മുത്തവാഫിക്കാണിയാണ്. ഏതാണ് വിഫ്ക്? ഈ കിട്ടുന്ന കസറ്. അത് അരിയ 2 കിട്ടുന്ന അരിയാണ് ഇവിടെ വിഫ്ക്. ഓടിയോ? ഇപ്പൊ സുലുസ് 2ന്റെ അകത്ത് സുലുസ് കിട്ടുന്ന നോക്കാം. ഇപ്പോ എങ്ങനെ എന്ത് കിട്ടൂല? ഇല്ല. അങ്ങനെ 3 അല്ലാതെ 3-1 കിട്ടുന്നുണ്ടോ? അതിന് 3-1 കിട്ടുന്നുണ്ടോ? അതിന് 3-1 കിട്ടും. 6-1 കിട്ടുവോ? ഇല്ല. അത് കിട്ടണ്ടല്ലോ. അതിനാ കിട്ടുന്നത്. 3-1 2 കിട്ടുന്നില്ലേ? 3-1 2 കിട്ടുന്നില്ലേ? അത് മതി. 3-1 നടന്ന കസറല്ലേ? 3-1 നടന്ന കസറല്ലേ? ആ 2 സംഖ്യയിൽ ഇപ്പൊ അത് കിട്ടിയോ? അതേ വേണ്ടു ഉസ്താവ്. അത് 2 നിന്നും കിട്ടിയാ മതി. അത് 2 കിട്ടുന്നുണ്ട്. അതിനുള്ള കിട്ടുന്നത് ഏതെങ്കിലും 1-2 കിട്ടണം. അതാണ് വിഫ്റ്റ്. അത് കിട്ടൂല. അപ്പൊ 2 സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഒരേ ഭിന്നം, ഒരു ഭിന്നം 2 സംഖ്യയിൽ നിന്ന് കിട്ടിയാൽ എന്തായി?
ആ കിട്ടുന്ന ഭിന്നത്തിന് വിഫ്ക് എന്നും പറയും. ആ സംഖ്യകൾക്ക് മുത്തവാഫിക്കാനെന്നും പറയും. മുത്തവാഫിക്കാനെ തന്നെ വിഫ്ക് കിട്ടുന്ന സംഖ്യയാണ്. കസറിൽ യോജിച്ചത്, പരസ്പരം യോജിച്ചത്. മുത്തവാഫിക്കാനെ എന്നാൽ പരസ്പരം യോജിച്ചത്. എന്തില്? കസറിൽ യോജിച്ചത്. ഏതോ ഒരു കസറിൽ രണ്ട് യോജിച്ചുകൊണ്ടത്. അപ്പോ സുലുസു പിന്നെ റുബു മുത്തവാഫിക്കാനാണ് വരല്ലോ എല്ലാ സംശയം പറയുന്നത്. ഈ പിന്നെ സുലുസും റുബുവും മുത്തവാഫിക്കാനാണ്. എന്തുകൊണ്ട്? എന്താ കാരണം? ഇത് രണ്ടിൽ നിന്നും ഒരു എന്ത് കിട്ടുന്നുണ്ട്? കസർ കിട്ടുന്നുണ്ട്. ഏതാ കസർ? നിസ്ബ്. ഇത് രണ്ടും കിട്ടുന്നുണ്ട്. അപ്പൊ അതോടുകൂടെ എന്തായി? രണ്ട് മുത്തവാഫിക്കാനാണ്. ഏതാണ് ഇതിലുള്ള വിഫ്ക് എന്ന നിസ്ബ്. അപ്പൊ ഒന്നിന്റെ വിസ്കൊണ്ട് മറ്റൊരു പിരിക്കൊന്നാൽ ഈ അർബാത്തിന്റെ നിസ്ബുണ്ട്, പിന്നെ നിസ്ബത്തിന് രണ്ട്. അതിനെക്കൊണ്ട് പിന്നെ സിത്തത്തിനെ പിരിക്കുക, അല്ലെങ്കിൽ സിത്തത്തിന്റെ നിസ്ബത്തിന 3, അതിനെക്കൊണ്ട് അർബാത്തിനെ പിരിക്കുക. അപ്പൊ 3 4 12 അല്ലെങ്കിൽ 6 12 അങ്ങനെ കിട്ടും. ഇപ്പൊ രണ്ടും എന്ത് കിട്ടും? എല്ലാം കിട്ടും. അത് തന്നെയാ. ചെറിയ സംഖ്യ പിന്നെ വലിയ സംഖ്യയിൽ എത്രയോ പ്രാവശ്യം കീച്ചിട്ട് മറ്റേ തീരണം, ശിഷ്ടയിലാണ്ട് തീരണം. അപ്പൊ ഒരു പ്രാവശ്യം തന്നെ തീരണം. ഇപ്പൊ ഉദാഹരണമായിട്ട് 3 6 ഇതല്ലേ, 3 9 തദാഖുല, 3 12 തദാഖുല, 3 16 പിന്നെ 15 തദാഖുല, 3 3 3 3 കിട്ടിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. അത് 1 2 ബാക്കിയാവുമ്പോൾ വകുപ്പ് ബാക്കിയാവാൻ പാടില്ല. അതാണ് തദാഖുൽ. അപ്പോ ഈ വിഫ്ക് എങ്ങനെയാണെങ്കിൽ വിഫ്ക് ഇപ്പൊ ഇവിടുന്ന് മനസ്സിലാകും. എല്ലാവരും അതൾക്ക് നിർബന്ധമായിട്ട് പറയല്ല. വിഫ്ക് തിരിയാത്ത ഒരു ബിഷിയാണ് ഈ കണക്കൂട്ടല്ലാത്ത ഒട്ടാകെല്ലാവരുടെ കലവിലേക്ക്. ഒട്ടാ കണക്കൂട്ടിട്ട് പിന്നെ കുറെ അങ്ങോട്ടെത്തി പിന്നെ കൊട്ടക്കണക്കില്ല. പിന്നെ ഇവരെ ഈ കൃതികൾ ഇട്ട് നോക്കിയാൽ ആദ്യം നിസ്ബിന്റെ ഓതിന്നേക്ക് പറയും. എന്തെങ്കിലും പിന്നെ തവാഫുക്കാവെന്ന് പറഞ്ഞാൽ ഒറ്റ ഇരട്ടിയാവോന്ന് പറയും ആദ്യം. ചിലരുണ്ടാവും അങ്ങനെ. ഒറ്റ ഇരട്ടിയാവുന്നുണ്ട് ഒക്കൂല ഒരിക്കലും. ഒറ്റ ഇരട്ടി അങ്ങനെ എന്തോ ഒരു തോന്നൽ പറയുന്ന മര്യാദയ്ക്ക് തിരിയാണ്ട് പറയുന്ന. അപ്പൊ ഒറ്റ ഇരട്ടിയിട്ട് അങ്ങോട്ടെത്തിയാൽ പിന്നെ കണക്കൂട്ടൽ തെറ്റുമെങ്കിൽ വരൂത്. ഇതിന്റെ വിസ്കൊണ്ട് മറ്റേ പെരിക്കോട്ടെ നാളെ വളർത്തി നോക്കിയാൽ ഒട്ടാക്കുളായി. പിന്നൊന്നാവൂല. പിന്നെ കൊട്ടക്കണക്കിൽ പറഞ്ഞിട്ട് പോയിടുക. തടി തപ്പുക. അല്ല ആടേക്ക് ഒന്ന് ചോദിച്ചോട്ടെ ഇതൊക്കെയാന്ന് ചോദിച്ചാൽ കിട്ടൂല. പറഞ്ഞു പോയിടുക. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് വിഫ്ക് എന്ന് പറഞ്ഞാല് 2 സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഈ വിഫ്ക് കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട് ഓഹരികൾ ഗ്യാസ് വേണ്ടി വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പിന്നെ ആള് മരിച്ചു. പിന്നെ എത്ര ആളുണ്ട്? ഒരു ഭാര്യയുണ്ട്, ഒരു 5 ആണ് കുടിക, 5 ആൺകുട്ടി, പിന്നെ ഒരു 4 പെൺകുട്ടി. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാള് മരിച്ചു. എത്ര ആളുണ്ട്? 5 ആണും 4 പെണ്ണും. അപ്പോ ഈ ആണും പെണ്ണും അസബക്കാരല്ല. അപ്പൊ ഫർദ് അരിപ്പില്ലാരാണ്ട് ഭാര്യക്ക് എത്രയാ? സുബുന് എത്ര ഓതി വെക്കണം? 8 ഓതി. 8 ഓതി വെച്ചിട്ട് ഓരോ ജോക്ക് കൊടുത്ത് എത്ര ബാക്കിയുണ്ട്? 7 ബാക്കി. 7 എത്ര ആളുണ്ട് ഇവിടെ? 9 ആളല്ല, 14 ആൾ. ആണിനെ പെണ്ണാക്കി 2 എണ്ണണമെന്നില്ലേ? അപ്പോ 5 10 4 4 14. ഇവിടെ ഇപ്പോ 14 ആളുണ്ട്. പിന്നെ ഉണ്ട്. എത്ര ബാക്കിയുണ്ട്? 7 ഓഹരിയും ബാക്കിയുണ്ട്. 14 പിന്നെ ആളും. അതിന് പറയാ അതതുർ റൂസ്. 14. മറ്റേതെന്ന് പറയാ സിഹാം. 7 സിഹാമും പിന്നെ 14 അതതുർ റൂസ്. അപ്പൊ അതതുർ റൂസും സിഹാമും തമ്മില് പിന്നെ ഇവിടെ എന്തായി? മുങ്കസിറായില്ലേ? മുങ്കസിറാവും മുങ്കസിമാവെന്ന് പറഞ്ഞാൽ മുങ്കസിമാവുന്ന എല്ലാവർക്കും ഓഹരി എടുക്കാനാവുക. അപ്പൊ മുങ്കസിറാവെന്ന് പറഞ്ഞാൽ എടുത്തുവിടാണ്ടാവുക, എടുക്കാൻ സാധിക്കാണ്ടാവുക. ഇപ്പൊ 14 എടുക്കാൻ പറ്റുക. അപ്പൊ മുങ്കസിറായി. അപ്പം സിഹാമു അതത് റൂസും മുങ്കസിമായി. ഈ മുങ്കസിമാവുമ്പോ പിന്നെ എന്തായിണ്ട്? പിന്നെ ഇത് തമ്മിലുള്ള ബന്ധം നോക്കണം. 7ഉം 14 തമ്മിലുള്ള ബന്ധം നോക്കണം. 7
14. 7 അതത് സിഹാമോ അതത് റൂസ് 14. ഇത് തമ്മിലുള്ള ബന്ധം നോക്കിയിട്ടാണ് ഈ ഓഹരിയൊക്കെ ഉണ്ട്. ബാക്കി സഹിയാക്കുക. ഇത് ഇതിൽ സഹിയാവൂലോ. ഈ മസ്യലക്ക് പിന്നെ അസ്ലി മസ്യല എന്നാ പറയാ. സഹി മസ്യല ഇനി ആക്കണം, ഇന്ന് സഹി ആക്കണം, എല്ലാവർക്കും മുൻകസിമാകുന്ന രൂപത്തിൽ. അപ്പൊ അതിന് എന്ത് ചെയ്യണോ? ഇത് തമ്മിലുള്ള ബന്ധം നോക്കണം. അപ്പൊ 1 7 ഒരു സംഖ്യ, മറ്റേ സംഖ്യ 14. ഈ 14 7 തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? തബാഫുക്കോ തദാഖുലോ തബായുനോ തമാസുലോ ഏതാ? തദാഖുലോ. തദാഖുല് ഇവിടെ നോക്കണ്ട, ഇവിടെ നോട്ടില്ല. ഈ അതത് റൂസും സിയാമും തമ്മിൽ പിന്നെ ഉണ്ടാവുമ്പോ എന്താ നോക്കുക? തദാഖുല് നോക്കൂല. തദാഖുല് നോക്കിയ ഒരുപാട് വരും. ആടെ എന്താ നോക്കുക? തവാഫുക്കോ തബായുനെന്ന് മാത്രമേ നോക്കൂ. തവാഫുക്കോ തബായുൻ അങ്ങനെയാ നോക്കൂ. അപ്പൊ ഇങ്ങനെ നോക്കുന്നിടത്ത് നോക്കിയാല് തബായുനോ തവാഫുക്ക തവാഫുക്ക അങ്ങനെ എങ്ങനെ എന്തിൽ നിസ്ഫില അയക്കട്ടെ. നിസ്ഫ് ഏതിന് കിട്ടുന്നുണ്ട്? 14. 7 നിസ്ഫ് കിട്ടുക. പിന്നെ തവാഫ് 7 കിട്ടുന്നുണ്ട്, 14 കിട്ടുന്നുണ്ടോ? അതിൽ കിട്ടുന്നു. അപ്പൊ അത് രണ്ടും എന്തായി? തവാഫുക മുത്തവാഫിക്കാൻ. എന്തുകൊണ്ട്? ഒരു സഹ്മ്, ഒരു കസ്ർ, അതായത് സുബ് എന്തിന് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നത്. സുബ് എന്തിനകത്ത് കിട്ടുന്നത്? 7 കിട്ടുന്നത്. 7 കിട്ടൂലേ? 14 എത്ര കിട്ടുന്നത്? 7 കിട്ടൂലേ? 2 എടുത്താൽ 7 അപ്പൊ 2 കിട്ടും. അപ്പൊ ഒരേ കസറ് 2 സംഖ്യയിൽ നിന്ന് ഇവിടെ കിട്ടി. ഏതല്ലോ 7 14 എത്ര കിട്ടി? ഒരേ ഭിന്നം കിട്ടി. അപ്പൊ 1ന്റെ ഭിന്നം കൊണ്ട് 1ന്റെ ഭിന്നല്ല, അതത് റൂസിന്റെ വിഫ്ക് കൊണ്ട് മുത്തവാഫിക്കാനെയാണെങ്കിൽ ഈ സിഹാമു പിന്നെ അതത് റൂസും തമ്മിൽ മുത്തവാഫിക്കാനെയാണെങ്കിൽ പിന്നെ അതത് റൂസിന്റെ വിഫ്ക് കൊണ്ട് അസ്ലി മസ്യലയിൽ പിരിക്കണമെന്ന്. അപ്പോ ഇവിടെ അതത് റൂസ് 14, അതിന്റെ പിന്നെ വിഫ്കത്തിര 7. സുബയല്ലേ? സുബയല്ലേ ഇവിടെ ഇപ്പൊ വിഫ്ക്? സുബയല്ലേ 2 കിട്ടിയേ? 7 സുബ കിട്ടി, 14 സുബ കിട്ടി. അതുകൊണ്ടല്ലേ മുത്തവാഫിക്കാനായേ. അപ്പോ ഈ അതത് അങ്ങനെ വരുന്നിടത്തില് സിഹാമും അതത് റൂസു പിന്നെ തമ്മില് മുത്തവാഫിക്കാനി ആവുമ്പോ അതത് റൂസിന്റെ വിഫ്ക് കൊണ്ട് അസ്ലി വസീലയിൽ പിരിക്കണം. അപ്പൊ അസ്ലി വസീല എത്തിരി ഇവിടെ 8 8 അസ്ലി വസീല. അപ്പൊ അതിനെ എന്തുകൊണ്ട് വരിക്കണം? എന്തിന്റെ വിഫ്ക് കൊണ്ട്? അതത് റൂസിന്. അതെത്തിരിയണു 2. ആ 2 കൊണ്ട് അതിനെ പറ്റി പരിക്ക് എത്തിരണവാ 14. 14 8 എത്തിരിയാ 2. അതൊക്കെ പെണ്ണ് പോയി. പിന്നെ ബാക്കി എത്രയുണ്ട്? 14. അതിന് ഓരോന്ന് പെണ്ണ് വെക്കൂ. ഈ 2 ആണ് എത്തിര എളുപ്പത്തിൽ കഴിഞ്ഞു. 16 ഓതി വെച്ചിട്ട് ഇവരെല്ലാം കൂട്ടി നേരെ പറഞ്ഞ് ഈ വിഫ്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ യാമങ്ങാട് വരെ അത്ര ഓതിയെ പോലെ 14 ഓതിയല്ല ചില വെക്കുക. 14 8 2 10 80 1 4 32 112 ഓതി വെക്കൂടാ. എന്നാ ഇത് തിരിയാത്തോണ്ട് ഇത് തിരിഞ്ഞാല് 16 ഓതി വെച്ചാൽ എന്നിട്ട് വെറുതെ ഓതി ആശയ. ഇന്നാൾ ഇവർ ഓതി കൊണ്ടുവന്നു. ഇപ്പൊ അടുത്ത് ഒരനുഭവം പറഞ്ഞുതരാം. ഇപ്പൊ അടുത്തിപ്പോ ഓതി വന്നു. പിന്നെ ഒരേ വലിയ മസുകല. അതുകൊണ്ട് പിന്നെ പലരും പോയി അങ്ങ് പോയി ഇങ്ങ് വയ്യ എല്ലാം കൂടി പിന്നെ എന്നോടൊന്ന് ചോദിച്ചു. അപ്പൊ അതില് ഞാൻ പറഞ്ഞു ഞാൻ കണക്കൂട്ടി നമുക്ക് കുറച്ച് വലിയ ചെയ്യുന്നത് പെട്ടെന്ന്. സാധാരണ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കണം. അന്നേ പിന്നെ ഇത് പറയാൻ ആളില്ല. ഇതൊക്കെ കുറച്ച് മെനക്കെട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതാവൂല, നീ പിന്നീട് അവസരം പോയി അല്ലെങ്കിൽ വേറെ ആളോട് കൂടി ഇത് പറയാം. ഞാൻ മാത്രം പോരേന് മറ്റൊരാളും കൂട്ടി കൊണ്ടു. അപ്പൊ അങ്ങനെ പോയി പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നല്ല അത് ശരിയായില്ല, അത് നിങ്ങൾ എന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടേക്കും വേറെ ചെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ വല്ലതും കൂടി ഇവിടെല്ലോ പോയി നാദാപുരം ഇവിടെയെല്ലാം പോയി പിന്നെ പലായി അവിടെയൊക്കെ കാര്യം വരാൻ മുന്നേ ബയ്യെല്ലാം കൂടി കൊണ്ടുവന്ന് 55 ലക്ഷം ഓതിയറ്റ 55 ലക്ഷം ഓതി. എന്തുകൊണ്ടായി വന്നു പറഞ്ഞാല്
അതൊരു കുറെ വലിയ മസലേ അത് മുനാസഹത്ത. ഒറ്റ അത് മരിച്ച്, പിന്നെ ഒരു മോള് മരിച്ച്, അതിന് ശേഷം ഒരു മോൻ മരിച്ച്, ഈ മോക്ക് കുറെ കുട്ടികളുണ്ട്, മോനിക്ക് കുറെ ആണുമണ്ണും മക്കളുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ അങ്ങനെ പിന്നെ ഉമ്മ മരിച്ച് ആ കുട്ടിച്ചോറായി. ഈ കണക്ക് പയ്യ പറഞ്ഞു കൊടുത്ത് വാസ്തവത്തില് 1,20,000 ഓതിയൊക്കെ ഉണ്ട്. 1,24,000 ഓതിയായിട്ടും വെക്കണ്ട്. അത് വേറെ പലരും പല ഓതിയും വെച്ചിട്ട് 55 ലക്ഷം വെച്ചാൽ ജയിച്ച് ഇത്തിരി കൊടുക്കുമോ, എങ്ങനെയാ കൊടുക്കേണ്ടത്? കൊടുക്കേണ്ടത് പിന്നെയില്ല. പിന്നെ ഞാൻ വെച്ച് ഓതിയത്തില്ല, ആരുമില്ല, തരാൻ തന്നെ വേണ്ടിയില്ല. അപ്പൊ അകലും കൂടി വൈകലും കൂടി പിന്നെ 1,00,000 ചില ഓതി 1,00,000 ഓതിയാക്കാണ്ട പറ്റൂല. അത് മുനാസിബില്ല. അങ്ങനെ പയ്യാലും കൂടി അത് പിന്നെ ഒരു കൊണ്ട് വക്കീലുണ്ട്. വക്കീല് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ് ഇത് ഇങ്ങനെ അതിൽ ഒരു പെണ്ണുങ്ങൾ മരിച്ചിരിക്കുന്നു, അതിന്റെ ഓര് പിന്നെ ഓള് ഇവർക്ക് മാണ്ടാ തന്നെങ്കിൽ അത് ഓലോട് എന്നെ എടുത്തോളാം എനിക്ക് അത് അതിൽ നിന്ന് വേർതിരിച്ച് കിട്ടണം, അത് പിന്നെ എത്തിയാന്ന് വെച്ച്. അപ്പൊ അയ്യാൻ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് 2 ദിവസം നേരെ പിന്നെയും കാണാം. പിന്നെ ഇവർ കഴിഞ്ഞിട്ട് നിങ്ങൾ വക്കീലിന്റെ അടുത്തൊന്ന് പോരുമെന്ന് ചോദിക്കുന്നു. വക്കീലിന്റെ പിന്നെ അങ്ങനെ എന്തെല്ലാം ചോദിക്കുന്നത്, അങ്ങനെ പിന്നെ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട് ഒന്നല്ല. ഞാൻ പറഞ്ഞു ഞാൻ ആർക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ല അത് വക്കീൽ, ഞാൻ വക്കീലൊന്നും ഇട്ടതാണ്. ഞാൻ പിന്നെ വക്കീലിലേക്ക് പിന്നെ അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അതിനെ പോകില്ല, എനിക്കെല്ലാം തിരിയാത്ത വക്കീലല്ലേ, ഞാൻ ഇതിനെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ വക്കീലിട്ട് കുറെ സംഗതി ചോദിച്ച് എന്നിട്ട് അവിടെ കളക്കണ്ട, അത് ഈ കാലത്തിന് കളക്ക് അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അവൻ അപ്പാടിട്ടേക്കില്ല കളക്ക് വക്കീൽ രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഈ വിഫ്റ്റ് മനസ്സിലാണ്ട് ഇങ്ങനെ ആകുമ്പോ ഇപ്പൊ ഇവിടെയല്ല അതത് റൂസും സിയാമും പിന്നെ തമ്മിൽ പിന്നെ താറുതാവുമ്പോ അതത് റൂസും സിഹാമും തമ്മിൽ താറുതാവുന്നിടത്തില് ഒരു കക്ഷീനെ മാത്രമല്ല 2-3 കക്ഷീനെല്ലാം തിരിച്ചു ഒന്നായിട്ട് ഒരു ഓഹരിയിൽ എന്ത് വരും, താറുമായിട്ട് വരും. അപ്പൊ ആടെയല്ലോ ഈ വിഫ്റ്റ് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഓതി പൊന്തി അങ്ങ് ലക്ഷക്കണക്കിലെത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വിഫ്റ്റ് ശരിക്ക് ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ വിഫ്റ്റ് പറഞ്ഞാൽ 2 സംഖ്യയില് 2 സംഖ്യയില് പിന്നെ കിട്ടുന്ന ഒരേ ഭിന്നം, 2 സംഖ്യയിൽ നിന്ന് കിട്ടുന്ന ഒരേ ഭിന്നം, ആ ഭിന്നത്തിനാണ് എന്തെന്നുണ്ടെന്ന് വിഫ്റ്റ് തരുന്നത്. ഈ വിഫ്റ്റ് പിന്നെ 2 അതാണ് വിഫ്റ്റ്. ആ വിഫ്റ്റ് ഉള്ളത് മുത്തവാഫിക്കാനേനും പറയും. വിഫ്റ്റുള്ള 2 സംഖ്യയാവുന്നു ഏഴാ ബാക്കിയില്ല. അതുപോലെ പിന്നെ ചോദ്യമൊക്കെ ഏഴിൻ്റെ അകത്ത് 5 ഈരട്ടെങ്ങനെ കൊടുക്കുക? ഏഴ് വീണ്ടും വായിക്കണ്ടേ? വീണ്ടും വായിക്കുക എന്നുള്ളത് ഈ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. ഓരോ ഉണ്ട്, ഒറ്റ ഓരോ അതിൽ കിട്ടണം. ഇവിടെ ഇപ്പൊ പിന്നെ ഇതാക്കിയാൽ അങ്ങനെ പിന്നെ പല പ്രാവശ്യം ഓരിക്കുന്നേ കിട്ടും. അതുപോലെ അത് കിട്ടും ഫലത്തിലൊന്നാ. പക്ഷെ ചിലയിടത്ത് അങ്ങനെ ഓരിക്കാൻ പറ്റാതെ വരും, ചിലയിടത്ത് അങ്ങനെ ഒരു വെച്ചാൽ പറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെയാന്ന് ഇപ്പോ 6-1, 8-1 കിട്ടിന്റെ പിന്നെ ഒരാൾക്ക് തന്നെ ചോദിക്കുക. ആദ്യം 6-1 കിട്ടിട്ട് പിന്നെ മറ്റേടത്ത് ബാക്കിയുള്ളവർക്ക് കൊണ്ട് മറ്റൊരു ചോദിക്കാൻ പറ്റുക. ആദ്യം തന്നെ അങ്ങനെ നമ്മള് പറഞ്ഞ ഉദാഹരണത്തില് സൗജത്തിന് നമ്മൾ 8-1 ഭാഗം കൊടുത്തു. പിന്നെ സെഹമ് 8 ഓഹരിയാക്കി 8-1 ഭാര്യക്ക് കൊടുത്തു. ബാക്കി 7 ഓഹരിയുള്ളത്. പിന്നെ 5 മക്കളും 4 പെൺകുട്ടികളും ഇല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പൊ 14 ആളുകൾ ബാക്കിയുണ്ട്. അപ്പൊ 7 ഓഹരി നമ്മൾ പൗതിയാക്കിയാൽ 7-നെ പൗതിയാക്കിയാൽ 14 ഓഹരിയായി. അങ്ങനെ അവിടെ ചെയ്യും. എല്ലാടിയും നടക്കൂല, ചിലയിടത്തിൽ പറ്റാത്ത സ്ഥലമുണ്ട്. അതിപ്പോ പെട്ടെന്ന് പറയാ പിന്നെ അതിന്റെ ആലോചിച്ചോക്കണം.
എല്ലായിടെയും നടക്കൂല, ചിലയിടത്തിൽ അങ്ങനെ നടക്കും. അപ്പൊ 2 ഓഹരി ഇവിടെ വെക്കണ്ടേ? അതല്ല, ഓരോ ഓഹരിയിൽ വരുക എന്നുള്ളതാണ്. പിന്നെ ഈ ഓഹരി ചെയ്യുന്നിടത്തിൽ ഒരു സ്ഥലത്ത് 2 പ്രാവശ്യം ഓഹരി വെക്കുക എന്നുള്ള പ്രശ്നമേ ഇല്ല. എല്ലാം ഓരോ ഓഹരി കൊണ്ട് വെക്കണം. അതാണ് അതിന്റെ ശരിയായ രീതി. പിന്നെ അല്ലാത്തിടത്തിൽ ഒക്കുന്നിടത്തിൽ ഒക്കുമ്പോലെ ചെയ്യാം. അതിനിപ്പോ എന്താ ഇപ്പോ ഒക്കുന്നിടത്തിൽ ഒക്കുമ്പോലെ ചെയ്യാം. ഒല്ലച്ചല്ല, ഒല്ലച്ച തിരുവൈനായിരല്ല. അതിന് ഉദാഹരണത്തിന് പറഞ്ഞിരിക്കുന്നതല്ല. ഇപ്പോ ഒരാള് മരിച്ച്, അങ്ങനെ ആ മരിച്ചവർക്ക് കുറെ, ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് എഴുതിയൊന്നും വേണ്ട, അത് സുമാറ് പറയാം. ഇപ്പോ ആ ഓഹരിയില് കുറെ വാരിസ്യങ്ങളുണ്ടായിരുന്നു. ഓലിക്ക് എല്ലാവർക്കും കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോ 110 ഓതി വെക്കേണ്ടിയിരുന്നു വെച്ചോ സുമാറ്, അല്ലാതെ 150 ഓതി വെക്കേണ്ടിയിരുന്നു വരുന്നു വെക്കുക. അങ്ങനെ അതിൽപ്പെട്ട ഒരു കക്ഷി വെച്ചു. അതിൽപ്പെട്ട ഒരു കക്ഷി ഓഹരി വെക്കുന്നതിന് മുമ്പ്, ഈ സ്വത്തോഹരി വെച്ചിട്ടില്ല, അതിന്റെ മുമ്പ് അതിൽപ്പെട്ട ഏതോ ഒരു അവകാശം വെച്ചു. ഓനിക്കുണ്ടാവുക അതിൽ 15ഓ 20ഓ എത്ര ഒരു വിഹിതമായിരിക്കും ഈ 100 ചില്ലാനത്തിന്റെ അകത്ത് ഓനിക്ക് കിട്ടുക. അപ്പൊ ഓനിക്കൊണ്ട് ഇതുപോലെ കുറെ ഭാര്യയും മക്കളിലായിട്ട് കുറേ അത്. അപ്പൊ ഓന്റെ ഓഹരിയില് ഓന്റെ സ്വത്ത് ഒരുപാട് ഓഹരി വെക്കേണ്ടിയായിരിക്കും. ചിലപ്പോ ഇപ്പം 10ഓ 100ഓ ഓഹരി വെക്കേണ്ടിയായിരിക്കും തൊട്ടാ. അപ്പൊ എന്തായി, ഓന്റെ ആദ്യത്തെ ഓഹരിനകത്ത് കിട്ടുന്ന വിഹിതം ആണ് ഈ ഓഹരി വെക്കുന്നത്. ഈ ഓഹരി വെക്കുന്നത്. അപ്പൊ ഇത്ര ഓഹരി മറ്റേതിനകത്ത് കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അസൽ ഓഹരിനെ എന്താക്കേണ്ടി വരും? വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വർദ്ധിക്കുന്നവരോ അങ്ങൊന്നും വർദ്ധിക്കണം. ഇങ്ങനെ മാത്രം എടുക്കാൻ പറ്റൂല. ഇങ്ങനെ വർദ്ധിക്കുന്നതിനെ അപ്പിച്ച് ആദ്യത്തെ അസൽ മസീല പെരുകൊണ്ടിരിക്കണ്ടേ? അങ്ങനെ കയറുന്നത്. അത് ഏതാ എടുക്കുക? അതിന് അങ്ങനെ വെച്ചാല് അന്നേരം ഈ ഓഹരിനകത്തുനിന്ന് ആദ്യം കിട്ടുന്ന ജോലിക്കൂ, ആദ്യത്തെ ഓഹരിയിൽ കിട്ടുന്ന അവകാശികളായിരിക്കും. അതല്ലാത്തോലും അവകാശികളുണ്ടാവും. ഒരിക്കലെങ്കിൽ തിരിച്ചുമറിച്ചിലും കൊടുക്കേണ്ടിയാലും വരൂ. അത് വലിയ ഇതാണ്, റിസ്ക്കുള്ള പണിയാണ്. അല്ല, അതിന് വേറെ കുഴപ്പം വരുന്നില്ലെങ്കിലും ഒന്നുമില്ല. വേറെ ഒരുത്തർ കിട്ടേണ്ട മറ്റൊരിക്ക് ആയിപ്പോളൂ, അത്രയേ ഉള്ളൂ. മറ്റൊരു കിട്ടേണ്ട ഇവർക്ക് ആയിപ്പോളൂ, അങ്ങനെ ആവുമെങ്കിലേ ഇല്ല. പക്ഷേ അതിന്റെ രൂപം പറയുന്നത് ഇങ്ങനെയാണ്. മുനാസഹയിൽ എന്ന് പറഞ്ഞാല്, മുനാസഹ ആദ്യത്തെ മരിച്ച മയ്യത്തിന്റെ ഓഹരി ശരിയാക്കുക. ഓതി വെച്ചിട്ട് അത് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ മുങ്കസിമാക്കുക. മുങ്കസിമ എന്ന രൂപത്തിൽ ഓതി വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ മരിച്ച ആളുടെ ഓഹരി എത്രയുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ആദ്യത്തെ മയ്യത്തിന്റെ അകത്ത് കിട്ടുന്ന വിഹിതം, ആ വിഹിതവും രണ്ടാമത്തെ മയ്യത്തിന്റെ മസുവല എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോ ആദ്യത്തെ മയ്യത്തിന്റെ അകത്തുനിന്ന് ഇവനിക്കിപ്പോ 6 രൂപ കിട്ടുന്നത് നോക്കുക. രണ്ടാമത്തെ എന്നിട്ട് ഓൻ മരിച്ചു വെക്കുന്നുണ്ടല്ലോ, രണ്ടാമത് മരിച്ചു, ഓന്റെ ഓഹരി ഇപ്പൊ 24 കൂട്ടിക്കോ. അപ്പോ ആദ്യത്തെ മയ്യത്തിന്റെ മയ്യത്തിന് ഒന്നാം മസുവലയിൽ നിന്ന് കിട്ടുന്നത് 6 വിഹിതമാണ്. രണ്ടാം മയ്യത്തിന്റെ മസുവല 24ആണ്. അങ്ങനെയാകുമ്പോ ഈ ആദ്യത്തെ മസുവലയിൽ നിന്ന് കിട്ടിയ വിഹിതവും ഈ രണ്ടാം മസുവലയും തമ്മിലുള്ള ബന്ധം നോക്കണം. എന്നിട്ട് തവാഫുക്കുണ്ടെങ്കിൽ വിഫ്കുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ മസുവലിന്റെ വിഫ്ക് കൊണ്ട് ആദ്യത്തെ മസുവലിൽ പെരുക്കുക. വിഫ്കില്ലെങ്കിൽ രണ്ടാമത്തെ മസുവലിന്റെ പുല്ലുകൊണ്ട് ആദ്യത്തെ പുല്ലിൽ പെരുക്കുക. അസ്ലു മസുവലേനാ ഓരിനെന്തിനാ പറ്റുന്നത്? ഓനിക്കിപ്പോ ആദ്യത്തെ മസുവലിന്റെ അകത്ത് 6 കിട്ടുന്ന നോട്ടിക്കോ. രണ്ടാമത്തെ മസുവല 24 നോട്ടിക്കോ. അപ്പൊ 6, 24 തമ്മിൽ എന്തുണ്ട്? വിഫ്കുണ്ട്. ഈ സുദുസിയിൽ നിന്നും കിട്ടൂ, സുദുസ് മറ്റേ കിട്ടൂലേ? 24 സുദുസ് കിട്ടൂലോ. അപ്പൊ 24 സുദുസ് കൊണ്ട് ഇതിൽ ആദ്യത്തെ
അസ്ലി മസീലയിൽ പെരുക്കുക. ആദ്യത്തെ മയ്യത്തിന്റെ എത്തിയാന്നുള്ളത് വെച്ചാൽ അതിനെ പെരുക്കുക. ഇനി അങ്ങനെ വിഫ്കില്ലെങ്കിൽ എന്ത് ചെയ്യണോ? രണ്ടാമത്തെ മസീല എത്തിയാണോന്ന് വെച്ചാൽ ആ മസീലന്റെ പുല്ലുകൊണ്ട് ആദ്യത്തെ മസീലന്റെ പുല്ലിന് പെരുക്കണം. അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ പിന്നെ വീണ്ടും ഒരാൾ പിന്നെയും മരിക്കുന്നതാണെങ്കിൽ പിന്നെയും എന്താക്കുക? ഓനിക്ക് പിന്നെ കിട്ടുന്ന വിഹിതത്തിലെ നോക്കിയിട്ട് ആ വിഹിതവും ഓന്റെ മസീല എത്തിരെ നോക്കിയിട്ട് പിന്നെ തമ്മിലുള്ള ബന്ധം നോക്കിയിട്ട് ആ ഇപ്പറഞ്ഞ പോലെ ചെയ്യാം. അങ്ങനെ ഓരോരുത്തർ മരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഒരുപാട് ഓരി വരും. അതാ മുനാസഖ ഏറ്റവും വല്ലാത്ത വിഷമമാണ്. ബണ്ടേ കിടക്കാൻ വല്ലാത്ത വലിച്ച് അല്ല, അത് ക്രോസ് ചെയ്തിട്ടില്ലാഞ്ഞു, ഓരി വെച്ചിട്ടില്ലാഞ്ഞു അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലത്. അന്നേരം വിഷമം. ആദ്യത്തെ ഓരി വെച്ച് എടുത്തേക്കിട്ട പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല. ഇല്ല, അത് ആദ്യം ഓരി എടുത്തിട്ടില്ലെങ്കിൽ ബൊമ്മ എടുക്കാനാവൂലത്. എടുക്കാനാവൂലേ? അത് ഒന്നായിട്ടേ വരൂ. അങ്ങനെ രണ്ട് ഫലം ചെയ്യൂ. ആവുന്നപ്പോഴത്തേക്ക് ചെയ്തൂടാ. ഒന്നായിട്ട് ഒന്നും ചെയ്യല. ഒന്നായിട്ട് കണക്കൂട്ടുന്നേരോ അത് വരൂല, ഒരു ലെവലേഷൻ വരൂല. വളരെ കറക്റ്റായിട്ട് എല്ലാം. എങ്ങനെ? ഇല്ലില്ല, വരൂല, ഒരിക്കലും വരൂല. ഇല്ല, അങ്ങനെ വരൂല. ഇല്ലില്ല, അസീൽ മസീലിനെ പെരുപ്പിക്കുന്നതിനെ കൊണ്ട് എന്താ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒന്നിനെ രണ്ടാക്കി പകുതി എടുക്കേണ്ട ഒരാളെ കിട്ടുക. ഒരു വസ്തുവിന്റെ പകുതി കിട്ടേണ്ട ഒരാൾക്ക് അതുപോലെ രണ്ടാക്കി അങ്ങനെ പകുതി എടുക്കാൻ നോക്കുമ്പോൾ പോലെ ഒരു വർഷം വന്ന് ഓരോ പെരുപ്പിച്ച് അപ്പൊ 6 ആക്കി, അല്ലെ 8 ആക്കി, അല്ലെ 10 ആക്കി. എന്നാൽ 10 ആക്കിയാൽ 5 എടുക്കുക. ഇനി 100 ആക്കിയാൽ 50 എടുക്കുക. 1000 ആക്കിയാൽ 500 എടുക്കുക. അങ്ങനെ എടുക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവില്ല. വർദ്ധിക്കുന്നതിനനുസരിച്ച് എടുക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ഉണ്ടാവില്ല. അധിക ഓഹരിയാണ്. പിന്നെ അധിക ഓഹരിയാക്കില്ല. ഓഹരി എന്ന് പറഞ്ഞാല് ഈ ഓഹരി വെക്കുന്നത് പറഞ്ഞാല് ഇത് ഏറ്റവും ചുരുങ്ങിയ ഓഹരി കിട്ടുന്ന വിധാണ് ഈ ഓഹരിയിൽ വരിക. ഓഹരിയിൽ വെച്ചിട്ട് ഏറ്റവും ഒരു മസല ഉണ്ടായാൽ അതിന്റെ പിന്നെ നമ്മളീ പറയുന്ന രൂപത്തിൽ ഓതി വെച്ചാൽ അതിനെക്കാട്ടും ചുരുക്കിയിട്ട് ഓതി വെക്കാൻ പിന്നെ സാധിക്കില്ല. അങ്ങനെ ഇന്നാളെ ഇപ്പറഞ്ഞ പോലെ 120 1200 പിന്നെ 1,00,000 ചില്ലാതെ തന്നില്ല. ആ ചോദിച്ച ഒരാൾ എന്നോട് വന്നു കയ്യിൽ ചുരുക്കാൻ വന്നു. ഞാൻ കയ്യിൽ ചുരുക്കാനാവില്ല, ചുരുക്ക ഏറ്റവും ചുരുങ്ങിയ അല്ല ചുരുക്കാന്നില്ല. അങ്ങനെ വയ്യാതെ കൂടി പിന്നെ ഒരു കണക്കിൽ കൊണ്ടുപോകും. വയ്യ നോക്കുമ്പോൾ 3 സംഭവിച്ചു. അത് ചുരുക്കാൻ പറ്റില്ല. അത് ചുരുക്കാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയ ഓഹരിയാണ് നമ്മൾ ഈ ഓഹരി പിന്നെ ഈ തബായിനും തദാഖുലും പറഞ്ഞ ഈ പ്രകാരം ഓതി വെച്ചാൽ കിട്ടുക. ഏറ്റവും ചുരുങ്ങിയ ഓതിയാണ്. ഏറ്റവും എളുപ്പമുള്ളതാണ് ഈ കിട്ടുന്നത്. ഇതിനെക്കാട്ടും വലുതാക്കൊല്ലാണ്ട് ചെറുതാക്കൊല്ല ആർക്കും ആവില്ല. അങ്ങനെയാണ് പണ്ടിന്റെ യോതി. അങ്ങനത്തെ ഒരു ഉദാഹരണം വെച്ചിട്ട് ഒരു മസാല ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞത് ഇപ്പം ബാണിങ്ങളുടെ ചുറ്റുപാടിലോ എവിടെയെങ്കിലും ഒരു വലിയപ്പം 4ാമത്തെ തലമുറയുടെ വലിയപ്പം വെച്ചിട്ട് ഉണ്ടായ ഒരു അനുഭവം ഉദാഹരണത്തിൽ കൂടി പറയാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമില്ല. അതിപ്പോ അതിന് ഉമ്മത്തുനിന്ന് വന്നത് 1,24,000 എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പ്രയാസമില്ല ഒരു അതിപ്പോ എന്റെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു ഏത് കള്ളത്തിന്റെ ഇടല്ലോ വെച്ച് അപ്പൊ അത് പിന്നെ വേറെ ഒന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇനി വേറെ ഒന്നുണ്ട്. ഈ ഓഹരിയിലെല്ലാം ഈ പിന്നെ വിഷമെല്ലാം പ്രയാസമെല്ലാം തീരുന്ന ഒരു രൂപമുണ്ട്. ഇപ്പൊ ശതമാനമായി കൊടുക്കാൻ ഞാനിപ്പോ അധികം ശതമാനം കൊടുക്കും. ഉദാഹരണമായിട്ട് 8-1 തന്നെ. 8-1 എത്തിയത് 12.5%.
12% തന്നെ ഓലിക്ക് ഒരു വിഷമവുമില്ല. മറ്റേ 8 വെച്ച് മറ്റേ 124 വെച്ചിട്ട് പിന്നെ 16 വെറ്റിവനിക്ക് ഉണ്ടാവും, അത് മറ്റു രണ്ടാളാക്കണം, ഇങ്ങനെയെല്ലാം പറയണ്ടേ. ഒരു പ്രയാസമില്ല. ഓരോരുത്തരെ ശതമാനം അങ്ങോട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോ ശതമാനം പറഞ്ഞു കൊടുക്കുന്നത് അധികം. എന്താണെന്ന് പിന്നെ എനിക്ക് ഇത്ര ഉണ്ടാവും, ഇത്തിരി ശതമാനം. അപ്പോ എത്ര സ്വത്തായാലും ഇല്ല, ഇത്തിരി ശതമാനമായാലും എന്റെ കയ്യിലില്ലേ, ഒരു വിഷമവുമില്ല. പക്ഷെ ആദ്യം കണക്കൂട്ടണം. ഈ കണക്കാദ്യം ശരിയാക്കിയ ശതമാനം എടുക്കാനാവും. ആദ്യം കണക്ക് പഠിക്കണം. ഞാൻ 1 ലക്ഷത്തി ചില്ലാനോ എന്നുള്ളത് ആകെ ഉണ്ടാവുക ആകെ 8 സെന്റായിട്ട് സ്ഥലമുള്ളൂ. അല്ല 15 സെന്റോ 8 സെന്റോ ഇങ്ങനെ സ്ഥലമുള്ളൂ. അതാ എന്താക്കേണ്ടിയ ലക്ഷക്കണക്കിന് എന്നെല്ലാം പറയുന്നത്. അത് ശതമാനാക്കിയാലേ പ്രയാസമില്ല. ഇത്തിരി ശതമാനം സെന്റ്, ഇത്തിരി ശതമാനം അല്ല, അപ്പൊ 8% റുപ്യ അതെന്തിനും. അപ്പോ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ആ ആ ആ അപ്പോ ആദ്യ ആള് മരിച്ചവരാരുള്ള 3 ആൺമക്കൾ. അങ്ങനെയല്ല ചോദിക്കുന്നത്. ഈ ഒരാദ്യത്തെ ആള് മരിച്ചവരെ 3 ആണില്ലേ, 3 ആണില് ഒരുത്തരിക്ക് മക്കളുണ്ട്, 2 മക്കളില്ല ഇല്ലേ. മക്കളിൽ എനിക്ക് ഈ സ്വത്ത് ഓരോക്കുന്നതിന് മുമ്പായിട്ട് ആ മകനും മരിച്ചു, ഈ പേരക്കുട്ടികളുടെ മകന് മരിച്ചു എങ്കിൽ ഈ സ്വത്തിന് നമ്മൾ എങ്ങനെ ലഭിക്കും? ഈ സ്വത്തിന് ഓന്റെ അവകാശം ഓന്റെ മക്കൾ കിട്ടും. അവിടെ നമ്മൾ ഈ കണക്ക് കൂടി വരുന്നത്. അപ്പൊ ഈ മരിച്ച ആളുടെ 3 ആൺമക്കളുണ്ട്. അപ്പൊ അവർക്ക് സ്വത്ത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഈ മക്കളുടെ മകൻ മറ്റുണ്ടെങ്കിൽ ആ മകന്റെ സ്വത്തല്ല ഈ പേരക്കുട്ടാൻ തിരിച്ചു കൊടുക്കണ്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ആദ്യം മരിച്ച ആളുടെ ഈ വല്യപ്പ മരിച്ചപ്പോ അയാളെ സ്വത്ത് ഓരി വെച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഈ പേരക്കുട്ടിയുടെ വാപ്പയായ മകനും മരിച്ചാൽ ഈ സ്വത്തിന് നമ്മൾ എങ്ങനെ ഓരി വെക്കുക? സ്വത്തിന് വധിക്കുന്നതിനൊന്നുമില്ലല്ലോ. ആ ഒരു ഉദാഹരണം ഇല്ലാത്തത്. ഇപ്പൊ 3 ആള് ഉണ്ടായിരുന്നു. 3 ആണും പിന്നെ 3 ആളും അതിൽ ഒരാണിന് 2 മക്കളും ഉണ്ട്. അങ്ങനെ പിന്നെ ഓതി വെക്കുന്നതിന് മുമ്പേ മക്കളുള്ള ആൾമാർ മരിച്ചു. എന്നാലേ 3 ഓരിന് ആദ്യം വെക്കേണ്ടത്. കാരണം 3 ആണല്ലോ ഉള്ളൂ. 3 ആൾ വെക്കുക, 2 മറ്റൊരു കൊടുക്കുക, 1 ഇവർക്ക് വരും വേണ്ടത്. അതിന് ഇവൻ മരിച്ചു അല്ലേ. ഇപ്പൊ ഇവൻ മരിച്ചതിന് ശേഷം പിന്നെന്താക്കുക, ആദ്യത്തെ 3 വെച്ചിട്ട് പിന്നെ 3-1 എന്താക്കുക ഇവന്റെ മക്കൾ കൊടുക്കുക. ആദ്യത്തെ 3 വെക്കുക പറയുന്നത്. എന്നിട്ട് പിന്നെ രണ്ടാമത്തേൽ എത്രയുണ്ട് നോക്കുക. 3-1 അവകാശി മരിച്ചു. 3-1 3-1 ഈ ഓരോ ഉണ്ട്. 3-1 അവകാശി മരിച്ചു. ഓനിക്ക് എത്രയുണ്ട്? ഒരു 2 മക്കളാണ്. അപ്പൊ ഓന്റെ ഓഹരി എത്രയാണ്? ഒരു ഭാര്യയുണ്ട്, 2 മക്കള്. അപ്പൊ 2 മക്കളുണ്ട്. അങ്ങനെ പിന്നെ ഓനിക്ക് ഓന്റെ പിന്നെ ഓതി ഉണ്ടാവുക പിന്നെ 2 ആണ്. കാരണം ഓനിക്ക് 2 മക്കളുള്ളൂ. ഓന്റെ സ്വത്ത് 2 ഓതി അവർക്ക് ഉണ്ട്. അല്ല പറയുന്നത് ഓനിക്ക് എത്രയുണ്ട്? 2. അപ്പോ ഓനിക്ക് ആദ്യത്തെ ഓയിലിനകത്ത് കിട്ടുന്ന എത്ര? 1. 1ഉം 2ഉം തമ്മിൽ എന്താണ്? തബായിൻ. അപ്പോ ഈ തബായിനാകുമ്പോ ഈ 2 കൊണ്ട് ആദ്യത്തെ 3 പിരിക്കുക. 23 6 ഓതി വെക്കുക. എങ്ങനെ തവാബുക്കാവൂല? അതിങ്ങനെ തവാബുക്കാവ. പിന്നെ അതൊക്കെ ഓരോഹരി ഇവന്റത് ഈ മരിച്ചവനിക്ക് കിട്ടുന്നത് ആദ്യത്തെ ഓഹരിന്റെ അകത്തുനിന്ന് 1 ആണ്. ഈ മരിച്ച് രണ്ടാമത്തെ മരിച്ചവന്റെ ഓഹരി എത്തിയ ആ മയ്യത്തിന്റെ ഓഹരി 2 ആണ്. കാരണം 2 മക്കളിൽ 2 ഓഹരി സ്വത്ത് വെക്കുന്നുണ്ട് അല്ലേ. അപ്പോ പിന്നെ ഇവർക്ക് ആദ്യത്തെ ഓഹരിന്റെ അകത്ത് കിട്ടുന്ന വിഹിതമായിരിക്കുന്ന 1ഉം രണ്ടാമത്തെ ഓഹരിയായിരിക്കുന്ന 2ഉം
തമ്മിലെന്താണ്? ഒന്നും രണ്ടും തമ്മിൽ തബായിനാണ്. അപ്പൊ തബായിലാവുമ്പോ പിന്നെ ആദ്യത്തെ രണ്ടാമത്തെ ഓഹരിന്റെ പുല്ലുകൊണ്ട് എന്തിനു പിരിക്കണോ? ആദ്യത്തെ ഓഹരിനെ പിരിക്കണം മസൂലിന്. അപ്പോ 23 6 ഓതി വെക്കുക. എന്നിട്ട് 6 ഓതി വെച്ചിട്ട് പിന്നെ ഓനിക്ക് എത്ര കിട്ടൂ? ഒന്നല്ലാന്നോ എനിക്ക് മരിച്ചോന് കിട്ടുക. ആ ഒന്നിനെ എത്രയല്ലേ ഭരിക്കത്? 2 കൊണ്ടല്ലാന്ന് ഭരിക്കുക മറ്റേനെ. അപ്പൊ ഒരു 2 ഓനിക്ക് വരും. ആർക്ക് വരും? രണ്ടാമത് മരിച്ചോനിക്ക് വരും. ഓന്റെ മക്കൾക്ക് ആ 2 ഓരോന്ന് കൊടുക്കുക. മറ്റൊരിക്ക് 2 മറ്റൊരു കൊടുക്കുക. എന്തെന്നാ ഒരു വിഷമമില്ലേ? അതിലെന്താ വിഷമം? ആ 3 അത് 2 ഓതി വെക്കണ്ടേ? അതില്ല, ഓരോതി കൊണ്ടെല്ലാം ശരിയാണ്. എങ്ങനെ? അല്ലല്ല, വലിയപ്പാന്റെ ഓഹരി എനിക്ക് കിട്ടുന്നില്ല ഈ മക്കൾക്ക്. അതിനെ കിട്ടുക. വലിയപ്പാന്റെ ഓഹരി കിട്ടണ്ടെങ്കിൽ മക്കളില്ലാണ്ടിരിക്കണം. 2 മക്കൾ വേറില്ലേ? അപ്പൊ ഓനിക്ക് പിന്നെ കിട്ടുന്നതായിരുന്നാ ഇവന്റെ ഈ കുട്ടികളെ ഉപ്പാക്കി എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓതി ചെടുക്കേറ്റാ, അതാണ് കിട്ടിക്കഴിഞ്ഞതാ. അതും കൊടുത്തു മാത്രമേ ഉള്ളൂ. വലിയപ്പാന്റെ സ്വത്തിന് വേദിച്ചിട്ടില്ല. ഉപ്പാന്റെ സ്വത്തിന് തന്നെ പിന്നെ വിധിച്ചത്. അങ്ങനെ തോന്നണ്ടായിന്. അങ്ങനെ അല്ല ഉള്ളത്. അങ്ങനെ തോന്നാണ്ട് തെറ്റാ പോയി. അങ്ങനല്ല വന്നത്. അങ്ങനെ വന്നിട്ടില്ല. അത് ഓന്റെ ഉപ്പാക്ക് എന്നാ കിട്ടിയത്. ഓന്റെ ഉപ്പാക്ക് കിട്ടിയ ഈ പേരക്കുട്ടികളെ ഉപ്പാക്ക് കിട്ടിക്കഴിഞ്ഞ് അതന്നേരം അവിടെ പെട്ടിയിൽ വെച്ചവർ അവിടെ വെച്ച് പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ അത് തുറന്നത്. അങ്ങനെ തുറന്ന് എടുത്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സ്വത്തിന് അത് പേരക്കുട്ടിയെ കിട്ടൂല. ഓർക്ക് അവകാശങ്ങളില്ല. ഒന്നെടുത്തിട്ട് അതിനേ ഇല്ല. അത് മതി. എന്താ അത് കണക്ക് പറയുമ്പോ അതിന്റെ കണക്കതിന്റെ രീതി ഇങ്ങനെയാണ്. അതാണ് ഓരോ രീതി. അതാ മറ്റേ നമ്മളിപ്പോ പിന്നെ അതങ്ങനെയാണ്. കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയാണ്. എന്റെ അയൽവാസിന്റെ ഉള്ള ഒരു കേസാണ്. ചെയ്ത് കാണിച്ചാൽ കൂടുതൽ ഞാൻ പറയുന്നുണ്ട്. ഒരു ഉമ്മ മരിച്ചു, 4 ആൺകുട്ടികളുണ്ട്. 4 ഒരാമീനാണ് ഉമ്മ മരിച്ചു. ആളൊന്നും പറയണില്ല. മരിച്ചെന്നും പറയണ്ടില്ല. മരിക്കാണ്ട് സ്വത്ത് നീങ്ങൂല. ഒരാള് മരിച്ചു നടന്ന ഇത്തിനാബ. ഒരാള് മരിച്ചു നടന്ന ഇത്തിനാബ് വേണ്ട. അത് ഇത്തിസാറല്ല നമുക്ക് വേണ്ടത്. അപ്പൊ ഒരാൾ മരിച്ചു തന്നെ പറയേണ്ടില്ല. ആകെ അന്തര മസല പറയേണ്ടത് ആ അവകാശികൾ ആരെല്ലുണ്ടോ 3 ആണ്, 3 ആൺമക്കള് 2 പെൺമക്കള്. എത്ര അവസര? ഒരു ഭാര്യ, ഒരു പിന്നെ ഉമ്മ, ഒരു മകൻ. എത്ര അവസര? ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരാൾ മരിച്ചതൊന്നും പറയേണ്ടിയില്ല. എന്തിനാ പറയുന്നത്? മരിക്കാട്ട് സ്വത്തിന് ഓദിക്കണം. അല്ല, ഞാൻ ഒരു എളുപ്പത്തിൽ പറഞ്ഞതാ. നമ്മളിത് കുറെ പറയുമ്പോൾ കൂടുതൽ കൂടി ഇസ്കാരിലുണ്ട് അങ്ങനത്തെ. അപ്പൊ ഒരു ഉമ്മയുണ്ട്, പിന്നെ 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അതിലൊരു പെൺകുട്ടി പിന്നെ ഉമ്മത്തെ സഹോദരൻ. 3 പെൺകുട്ടിയാണ്. ഉമ്മത്തെ സഹോദരൻ 3 പെൺകുട്ടിയാണ്. അതിൽ ഒരു പെൺകുട്ടി അങ്ങനെ ഉമ്മത്തെ സഹോദരി എങ്ങനെ മനസ്സിലായില്ല? ഉമ്മാന്റെ മോളല്ലേ ഇപ്പൊ മാറ്റുണ്ട്. മോളെങ്ങനെ സഹോദരിയാന്ന്?
3 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. അല്ല, ആരല്ല ബാക്കിയുള്ള ശേഷിച്ചില്ലത്? 4 ആൺകുട്ടികളും 4 ആൺമക്കൾ അല്ലേ? പിന്നെ 3 പെൺകുട്ടികൾ. 3 പെൺകുട്ടികൾ തന്നെ മക്കള്, 3 പെൺമക്കൾ. അതിലൊരാണ് മരിച്ചു. അതില് ഇപ്പൊ ഇത് ചെയ്യാത്തൊരു വിഷയം, ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന വിഷയം. ആയിക്കോട്ടെ, എന്ത് വിഷയമില്ല. മരിച്ചാരാ? മരിച്ചത് ആ 4 ആൺകുട്ടികളും 1 ആൺകുട്ടി മരിച്ചു. 4 ആളിൽ നിന്ന് ഒരാൾ മരിച്ചു. ഈ മരിച്ച ആൾക്ക് പിന്നെ 2 ഭാര്യമാര്, 2 ഭാര്യമാരിലായിട്ട് പിന്നെ 10 മക്കളാണ്. നിലയിലുള്ള ഒരു കേസാണ്. ഇതിലെ തക്സീമക്കിലാണ്. അപ്പൊ ഒന്ന് എങ്ങനെയുണ്ട്? ഇപ്പൊ ഒന്ന് ആദ്യം ഒരാള് മരിച്ചു. അല്ല, ആദ്യം 4 ആള്. ആദ്യം എത്ര ആളാ? 4 ആൺകുട്ടികൾ, 3 ആണോ? 3 പെണ്ണ്, 4 ആണ്. 3 പെണ്ണും 4 ആണ്. പിന്നെ അതിലാരുമില്ല വേറെ? ഇല്ല. അപ്പൊ 3 പെണ്ണും 4 ആണെന്ന് പറഞ്ഞാല് വേറെ ആരുമില്ലല്ലോ? ഇല്ല. അപ്പൊ 3 പെണ്ണും 4 ആണെന്ന് പറഞ്ഞാല് 8 3 11 എഴുതി വെക്കണം. ആദ്യത്തെ മസീല 11. ആ 4 ആണില് ഒരാണ് മരിച്ചു. ആ മരിച്ചാക്ക് 2 ഭാര്യമാരില് 10 മക്കൾ. അല്ല, ആ മരിച്ചാക്ക് 2 ഭാര്യമാരില് 10 മക്കൾ. 7 ആണ് 3 പെണ്ണ്. ഭാര്യ എത്ര അല്ല, മക്കൾ എത്ര ഉണ്ട്? 10 മക്കൾ. ആണും പെണ്ണുണ്ടാവും. 7 ആണ് 3 പെണ്ണ്. അപ്പോ 11 ഓനിക്ക് എത്ര ഉണ്ടാവുക? 2 അല്ലേ? 2 അല്ലേ ഉണ്ടാവുക? അല്ലേ? 5 അല്ല 3 പെണ്ണും 4 ആണ്. അപ്പൊ ഒരാളിന് 2 ഉണ്ടാവും. ഇപ്പൊ ഈ 2ന് ഇവിടെ ഇവർക്ക് എത്രയുള്ളത്? 2 ഭാര്യമാരിലായിട്ട് 10 മക്കൾ. 10 മക്കൾ. എത്രയുള്ള? 7 ആണ് 3 പെണ്ണ്. 7 ആണോ? 3 പെണ്ണ്. 3 14 3 15 ചോദ്യം അല്ലേ? പിന്നെ ഭാര്യയുണ്ടോ? ഭാര്യയുണ്ടോ? 2. ഈ മരിച്ചാക്ക് 2 ഭാര്യ. 2 ഭാര്യയുണ്ട്. അപ്പൊ 2 ഭാര്യ. ഭാര്യക്ക് എത്രയാ? 8 പിന്നെ എത്ര? 8 പോയിട്ട് 7 ബാക്കി. അതിലെത്ര ഉണ്ട്? 7 ബാക്കിയില് മക്കള് 10 മക്കൾ. 10 അല്ല, ആണ് പെണ്ണ് 7 ആണ് 3 ആണോ? 3 പെണ്ണ്. 15 മക്കളാണ്. 7 ആണോ? 3 പെണ്ണു. 7 14 3 17 മക്കള് അല്ലെ? 7 17 തവാവിന് ഒക്കൂല ഒരിക്കലും. ഒരു 20 14 21 ഒക്കൂല. അപ്പോ പിന്നെ 1 ആർക്ക് കൊടുക്കണോ? 2 ഭാര്യ ഇപ്പുണ്ടോ? 2 ഭാര്യ. അപ്പോ 1 തമ്മിൽ മുങ്കസിമാവൂല. അപ്പോ 1 2 വരുമ്പോ 7 കൊണ്ട് ഇരട്ടിയാക്കണം. അപ്പൊ 2 ഒക്കുക. അപ്പൊ 8 16. 16 15 കൊണ്ട് വരിക്കണം. 16 15 കൊണ്ട് വരിക്കണം. ഏ 16 വന്നതാ? 16 വന്നത് 8 വരെയല്ലേ വെക്കത്തി ആദ്യം? അപ്പൊ അതിലൊന്ന് ആർക്കാ? ഭാര്യക്ക്. 1 2 മുങ്കസി പോകില്ലല്ലോ. അപ്പൊ 1 8 എന്തായി? അല്ല 1 2 തവായിന്. അപ്പോ ഇതിലെ പിന്നെ ഒരു സിൻഫിന്റെ പിന്നെ അതൊക്കെ റൂസ് പിന്നെ അതിന്റെ സിഹാമും തമ്മിൽ എന്തായി? തവായിന്. അപ്പൊ 1 2 തവായിനല്ലേ? അപ്പൊ 2 കൊണ്ട് അസ്നോസിയിൽ 8 പേരിക്കുക. അപ്പം 16. മനസ്സിലായി? അപ്പം 16 എത്ര ബാക്കി? അപ്പോ എത്ര ബാക്കി? 16 2 പാല്. അപ്പൊ എങ്ങനെയാ ഭരിക്കല്? അപ്പോ
ഒന്നാലോചിച്ചോട്ടെ കിട്ടുന്ന ഇതിലേക്ക് 4 ആ അതെ അതിന്റെ ചോദ്യം വെച്ച് അല്ല ആദ്യത്തെ ഓരി ഇത്തിരി ഓരി വരണ്ടേ ഒരു കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ ഇല്ലാലോ കാൽക്കുലേറ്റർ ഉണ്ടോ ഏതാ മൊബൈലാ അതാ കാൽക്കുലേറ്റർ തരുന്നുണ്ടോ ഇതിൽ പെരുക്കാനാവുക അപ്പോ 4 ആണും 3 പെണ്ണും അല്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞ 4 ആണും 3 പെണ്ണും അല്ല ആദ്യത്തെ അല്ലേ പെണ്ണും അപ്പോ 4 8 3 11 മതി ആദ്യത്തെ ഒരു 11 അങ്ങനല്ലേ അങ്ങനെ ആദ്യം പറഞ്ഞ അല്ലേ 11 ഉദ്ദേശിച്ചു അല്ലേ 11 ഉദ്ദേശിച്ചു എന്നിട്ട് പിന്നെ അതിലൊരാള് മരിച്ചു 2 വരിനാള് മരിച്ചില്ലേ 2 വരിനാള് മരിച്ചിട്ട് അതിനൊക്കെ 2 ആ 2 വരിക്ക് 8 ഇത് വേണ്ട പിന്നെ രണ്ടോതിന്റെ ആര് മരിച്ചിട്ട് എത്രയുള്ള രണ്ടാമത്തെ വരിയിലുള്ള രണ്ടാമത്തെ ഇതില് എത്ര ആളുള്ള 2 ഭാര്യമാരിലേക്ക് 10 മക്കൾ 10 മക്കൾ ആണ് മണ്ണ് വെച്ചതിരുന്നു 7 17 പേര് വെക്കണം രണ്ടാമത്തെ വരി വെക്കട്ടെ എടുക്കട്ടെ 17 പേര് വെക്കണം രണ്ടാമത്തെ വരി 17 അല്ലേ അപ്പൊ ആദ്യത്തെ ഓരില്ലാത്ത ഇവർക്ക് കിട്ടിയതിന് 2 അല്ലേ നാല് 7 ഭാര്യക്ക് 8 ചിത്രത്തിന്റെ 7 ബാക്കി അല്ലേ 8 പോയിട്ട് അല്ലാതെ 17 പോയിട്ടില്ല ഞാൻ കൊണ്ടുവരാം നാല് ആണ് 3 പെണ്ണ് അല്ലേ നാല് ആണും 3 പെണ്ണും 4 8 3 പെണ്ണും 4 8 3 11 അത് ആ 4-ല് ഒരാള് മരിക്കുന്നു 3 11 അതില് 4-ൽ ഒരാള് മരിക്കുന്നു ഒരാണ് മരിക്കുന്നു
ആ മരിച്ച ആണിന് 7 ആണും 3 പെണ്ണും. ഭാര്യയുണ്ട്, 2 ഭാര്യ 7 ആണ്, 7 ആൺമക്കള്, 3 പെണ്ണ്, 7 ആണ്. 7 3 7 14 17 ഉണ്ടാവും. ഓക്കെ. പെണ്ണ് 3 മുത്തപ്പായൻ. അല്ല 17 എങ്ങനെ വന്നെന്ന് പറഞ്ഞു കൊടുത്താലേ ഇവിടെ 17 ഓഹരി വെക്കണം അല്ലേ? 7 3 17 8 അസല് മസല പെരുക്ക 40 56 156 80 56 136 136. പതിനൊന്ന് 136. അഹമ്മദ് 70 65 68 11. അതെ നേരെ ഏറ്റിയേ വരും. മനസ്സിലായി? അപ്പൊ ഈ 700 അങ്ങനെ ഈ ഓതി വർദ്ധിക്കുക. മനസ്സിലായിപ്പോ? ഒന്ന് മുങ്കസിമാണ്ടെക്കുമ്പോ അതിനെ മുങ്കസിമാക്കാൻ വേണ്ടിയിട്ട് ഓതി വർദ്ധിക്കുന്നില്ല. അപ്പൊ ഇവൻ നേരത്തെ യാഗേ പറഞ്ഞ പോലെ ഈ കിട്ടിയ വയ്യ 2 ആൾ ഓതി വെക്കുന്നെങ്കിൽ 2 ആൾ എടുക്കുന്നെങ്കിൽ ഈ ഓതി കൊണ്ട് മതിയാക്കാം. ഈ ഭാര്യയ്ക്ക് വരുന്നത് എന്താക്കണം? വീണ്ടും ഓതി വെക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ നേരെ ഇറക്കി വയ്ക്കും. മനസ്സിലായോ? 136 വയ്യ 136 കിട്ടിയ തിരിയുണ്ടായി. രണ്ട് ഭാര്യമാരില് അന്നേരം കണക്കാം. അന്നേരം മോദിട്ട് അന്നേരം ഇരട്ടിന്റെ വരുക. അത് ഇരട്ടി എപ്പോഴും വരും. അതിപ്പം കയ്യാവുന്നവർ ആദ്യം നല്ല ഇരട്ടി വരും. അപ്പൊ ഇനിയിപ്പോ എന്താക്കണോ? 1496 വരും അല്ലേ? ഇങ്ങനെ വരും. 1496 വരെ വരും.
അപ്പൊ ഇതെടുക്കേണ്ടത് ഓരോ നല്ലോണം ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്ന് പാളിയാല് ആകും. ഇതിപ്പോ പിന്നെ ഈ നമ്മളിപ്പോ ആദ്യത്തെ ഓയില് കിട്ടിയത് എത്രയാ? രണ്ടല്ല ഒരാ കിട്ടിയ അല്ലേ? അതിനെത്ര ഉണ്ട് നമ്മൾ പെരുക്ക്? എത്രയുണ്ടാ? 136 പകുതി ഉണ്ട്. അത് 136 കൊണ്ട് തന്നെ ആവും. കാരണം രണ്ടാമത് കൂടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ 136 കൊണ്ട് അതിന് പെരുക്കണം. അപ്പൊ എത്രയായി? 136 272 ആർക്ക് വരും? അല്ല 272 136 കൊണ്ട് 2 വയ്ക്കാല് 136 ഇരട്ടിയോട്ട് പേരിക്കണം. 272 കൊണ്ട് 2 പേരിക്ക് എത്ര ഉണ്ടാവും? 72 കൊണ്ട് 2 പേരിക്കാല് 272 പേരിക്കണം 4 550. ഇത് ഒരാൾക്ക് വരും, ഒരാണിന് വരും ആദ്യത്തെ 554. അപ്പൊ 554 മറ്റേർക്കും വരും. 2 ആണില്ല, ആദ്യം 3 ആണില്ല, അല്ല 4 ആണേലും 4 ആണല്ലേ? അല്ലല്ല, ഇത് നമ്മൾ 136 കൊണ്ട് പെരുകിയിട്ടില്ല. 136 കൊണ്ട് പെരുകിയിട്ടില്ല. ഇവിടെ വിസ്കുള്ളതുകൊണ്ട് നമ്മൾ എത്ര കൊണ്ടാ പെരുക്ക്? ഇതിന് പകുതി കൊണ്ടാ പെരുക്ക്. നിസ്ബ് കൊണ്ട് വിസ്കില്ല ഇവിടെ. അപ്പൊ 136 ഉണ്ടാവും ഒരാൾക്ക്. ഇതിന് പകുതി ഇത്തിരി ഉണ്ടാവും ഒരാണ്. മനസ്സിലായോ? ഒരാൾക്ക് ഇത്തിരി ഉണ്ടാവും. ഇപ്പൊ തിരിഞ്ഞാ ബഹുനാന്നെ പോരാ, തിരിച്ചിട്ട് വരണം. ഇത് നമ്മൾ 136 കൊണ്ട് പെരുക്കിയിട്ടില്ല. 136 കൊണ്ട് പെരുക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇതിന് അസുഖം പെരുക്കിയത് ഇതിന്റെ പകുതി കൊണ്ട് 68 കൊണ്ടാ പെരുക്കിക്കുള്ളൂ. അപ്പൊ എത്ര കൊണ്ട് പെരുക്കണം? 136 കൊണ്ട് പെരുക്കണം. കാരണം എന്തുകൊണ്ട്? നമുക്ക് പെണ്ണിന് വേണ്ടിയിട്ട് 2 പെണ്ണിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പൊ 136 കൊണ്ട് പെരുക്കിയാല് ഇപ്പൊ റെഡിയാ. അപ്പൊ 272 കിട്ടും ഒരാണിന്. അപ്പൊ 3 ആണിന് 3 2 6 321 അല്ലേ? 3 2 6 321 3 2 6 3 2 6 321 2 ബാക്കി 3 2 6 2 കിട്ടോ? അപ്പൊ ഇതില് അപ്പോ ഒരു 4 ആണ്. അപ്പോ 11 എത്ര നമ്മൾ എനിക്ക് 11 100 എത്ര ഉണ്ടോ എനിക്ക്? ഇവിടെ എത്രയും വന്നത് 11 കൊണ്ട് എത്രയാണ് പറ്റിയത്? 17 വന്ന് 17 കൊണ്ട്
കുറച്ചുകൂടെ ആലോചിച്ച് കൺകുടിക്കും. നമ്മൾ നേരിട്ട് ബന്ധപ്പെടാം. എഴുതിക്കൊണ്ടാണ് ഇപ്പൊ തന്നെ കൃത്യമായിട്ട് എഴുതിക്കൊണ്ടാണ്. കുറച്ച് നമ്പർ ചെയ്തു. അതിന് പ്രയാസമാണെന്ന് തോന്നില്ല. ചിലപ്പോൾ ഇതിന്റെ ലഭത്ത് കിട്ടിയാൽ പിന്നെ അത് പ്രയാസമില്ല. ഇത് ലഭത്ത് കിട്ടിയാൽ ആദ്യത്തെ മസൂരയിൽ നിന്ന് രണ്ടാമത്തെ പയ്യത്തിന് എത്ര വിഹിതമാണോ കിട്ടിയത് ആ വിഹിതവും രണ്ടാമത്തെ മസൂരയിലുള്ള പുല്ലും തമ്മിൽ നോക്കിയിട്ട് പിന്നെ വിസ്ക് ഉണ്ടെങ്കിൽ ഈ വിസ്ക് കൊണ്ട് രണ്ടാമത്തെ മസൂരയുടെ വിസ്ക് കൊണ്ട് ആദ്യത്തെ മസൂരനെ പിരിക്കുക. അതാണ്. എന്നാ റെഡിയാ? എന്നാ റെഡിയാ? അല്ല റെഡിയാ? പിന്നെ അടുത്തതായി ഇപ്പൊ സമയം അസ്സലാമു അലൈക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാപകർ വളരെ മനോഹരമായി നമ്മുടെ